എല്ലാവരും അപ്പം സുവോളജിയുടെ അല്ലെങ്കിൽ നീറ്റിന്റെ കംപ്ലീറ്റ് എക്സാം നമ്മൾ വൃത്തിയായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ് അല്ലേ? അവര് നല്ല ഹാപ്പി ആയിരിക്കില്ലേ സാറേ? പിന്നല്ലാതെ ഇത്രയും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല. 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ട് പേടിച്ചിട്ട് എക്സാം വഴി പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും സന്തോഷത്തോടെ കോൺഫിഡൻസോടെ റീസൺ ഇല്ലാത്ത ഒറ്റ പോയിന്റ് ഇല്ലാത്ത ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു എക്സാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണത്തില്ല അല്ലേ? സോ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ബയോളജിക്കകത്ത് എസ്പെഷ്യലി ബോട്ടണി സുവോളജിയിലെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസറുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. സാറേ ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ നിന്ന് അവർ കുറെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സുവോളജിയുടെ ഫിസിയോളജി ടോപ്പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ 12 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതങ്ങനെ തന്നെ പറയണം സിമ്പിൾ. അതേപോലെ തന്നെ നമ്മൾ പാടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2025 കണ്ട ഒരു ക്വസ്റ്റ്യനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്കൊരു 2024 ഒന്ന് ഓർമ്മിപ്പിക്കുന്ന. അപ്പൊ അതിന്റെ കട്ട് ഓഫിന് എന്തുവാണെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. 2025 ബയോളജി അവര് ഓക്കെ ആയിട്ട് അല്ലേ? അപ്പൊ നമുക്ക് സമയം കളയാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അധികമായിട്ട് ചോദിക്കാനൊന്നുമില്ല, ഇതൊക്കെ തന്നെ അതിനകത്ത് ചോദിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിലും ഈവിൾ ക്വാഡ്രേറ്റ് ഏതാണെന്ന് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈവിൾ ക്വാഡ്രേറ്റ്. അതില് ഫസ്റ്റ് ഓപ്ഷനിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ്, എയർ പൊല്യൂഷൻ വന്നപ്പോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. തേർഡും അതേപോലെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോയിൽ പൊല്യൂഷൻ അപ്പൊ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ആൻഡ് കോഎക്സ്റ്റിൻഷൻ. സോ ആൻസർ ഏതായിരിക്കാം? ഓപ്ഷൻ ബി ആണ്. സിംപിളി നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഫേസസ് ആണ്. G1, S, G2, M ഫേസസിന്റെ ഈവെന്റ്സ് ഡയറക്റ്റ് ഇതിനകത്ത് ഒന്നും അതായത് നമുക്ക് ഏതെങ്കിലും ഓർമ്മ അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അതായത് G1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എന്ത് നടക്കാത്ത റെപ്ലിക്കേഷൻ നടക്കാത്തയാണ്. അപ്പം എ ഓപ്ഷൻ 2 വരുന്ന ആകെ എനിക്ക് തോന്നുന്നു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എങ്കിലും നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. എസ് ഫേസിൽ എന്താ നടക്കുന്നത്? സിന്തസിസ് നടക്കുന്നു. ഓക്കെ. G2 പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. ഓക്കേ. ആക്ച്വൽ സെൽ ഡിവിഷൻ. ഓക്കേ. സിമ്പിൾ ആണ്. അതായത് ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിൽ എത്തിക്കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. സാധാരണ ഇങ്ങനെ ചോദിക്കാറില്ല, നമ്മൾ ഏറ്റവും പറ്റിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഇടണ്ടയാ. പക്ഷെ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ അഗൈൻ ഒരു ബോട്ടണി ക്വസ്റ്റ്യൻ ആണ്. അത് ഇതും ഏതാണ്? നമ്മുടെ എക്കോസിസ്റ്റം ചാപ്റ്ററിലെ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് 4 മാത്സ് ദ ഫോളോയിങ്. ഇതും ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രൊഡക്ടിവിറ്റി, നെറ്റ്, ഗ്രോസ്, സെക്കൻഡറി 4 പ്രൊഡക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബയോമാസ് പ്രൊഡക്ഷൻ ആണ്. പക്ഷെ ഇത് നമുക്ക് ഓപ്ഷൻ എടുക്കാനായിട്ട് ഒരു ഇത്തിരി പാടുണ്ട് സാറേ. കാര്യം A3 വരുന്ന 2 ഓപ്ഷൻ B1 ആണ്. അതും 2 ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ നോക്കാം, ഗ്രോസ് വരണമെങ്കിൽ അവിടെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് വരണമെന്ന് നമുക്കറിയാം. അല്ല, സെക്കൻഡറി വരണമെങ്കിൽ നമുക്ക് കൺസ്യൂമേഴ്സ് വരണമെന്ന് അറിയാം. അപ്പം D2 വരുന്ന ഒരു ഓപ്ഷൻ ഇതാണ്. A3യും D2യും വരുന്ന ഓപ്ഷൻ അത് മാത്രമേ ഉള്ളൂ അല്ലേ? സോ ആൻസർ ഏതാണ് വരുന്നത്? 2 ആണ്. ഓക്കെ. അതായത് നമുക്ക് 2 അറിയാമെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള 2 അറിയാമെങ്കിൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് പോകാം. ഓക്കെ. നെക്സ്റ്റ് വൺ അഗൈൻ. Which of the following is a site for active ribosomal RNA synthesis? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സെൽ ദ യൂണിറ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ മറ്റ് ചാപ്റ്റേഴ്സിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. RNA സിന്തസിസ് നമ്മൾ പഠിക്കുമ്പോൾ നോക്കാം. അപ്പൊ അതിനകത്ത് ആകെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തായാലും റൈറ്റ് ആൻസറിലേക്ക് എത്തും. ന്യൂക്ലിയോളസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും അല്ല, നമ്മൾ വായിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയാണ്. Amazon rainforest being cut and cleared for cultivation of soybean an example of habitat loss. Correct അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്നത് പറയുന്നല്ലേ 14% ഉണ്ടായിരുന്ന റെയിൻ ഫോറസ്റ്റുകൾ ഇപ്പോൾ 6% താഴെ ഉള്ളൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ സീകൗ പാസഞ്ചർ പീജൻ എക്സ്റ്റെൻഡ് ആകാൻ ഒരു റീസണേ ഉള്ളൂ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. That is also true. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നൈൽ പെർച്ചിനെ ആണ്. പക്ഷേ ഈ നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യല്ല സാർ, അല്ല ഡിക്ലൈൻ ചെയ്യാണ്. ഇവിടെ കൊടുത്തേക്കുന്ന ഗ്രോത്ത് ഓഫ് സ്റ്റിക്ലഡ് ഫിഷ് കൂടിയാണ്. നമുക്കറിയാം 200 സ്പീഷീസ് ഓഫ് സ്റ്റിക്ലഡ് ഫിഷ് എന്തോ ചെയ്തു? നശിച്ചു പോയതാണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ നമുക്ക് തെറ്റാണെന്ന് ചോദിക്കാം.
നെക്സ്റ്റ് വൺ ഡി, വാട്ടർ ഹയാസിന്റ് ഈസ് ആൻ ഇൻവേസീവ് സ്പീഷീസ്. നമുക്കറിയാലോ എന്താണ് പാർത്തേനിയം, ഇതെല്ലാം എന്താണ് ഇൻവേസീവ് സ്പീഷീസിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ, വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിൻക്ട് ദ പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ കോ എക്സ്റ്റൻഷൻ പഠിച്ചിട്ടുള്ളയാ. കോ എക്സ്റ്റൻഷനകത്ത് ഒരു ജീവിക്ക് നാശം സംഭവിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ജീവിക്ക് എന്ത് സംഭവിക്കും? എക്സ്റ്റൻഷൻ സംഭവിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളോട് ചോദിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഏതൊക്കെയാ? എ ബിയും ABD ഓപ്ഷൻ 2 ABD. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലേ. ബയോഡൈവേഴ്സിറ്റിയിലെ രണ്ട് ക്വസ്റ്റ്യൻ ആയി. ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഇത്രയൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. നെക്സ്റ്റ് ബയോമോളിക്യൂൾ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലിപ്പിഡ് ആർ ജനറലി വാട്ടർ സോലുബിൾ. നമുക്കറിയാം ലിപ്പിഡ് എന്താണ്? ഒരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. വാട്ടർ സോലുബിൾ ആണോ? അല്ല. അതിൽ ലിപ്പിഡ്സ് എന്താ? അല്ല, വാട്ടർ സോലുബിൾ അല്ല. പ്രോട്ടീൻസ് പോളിപെപ്റ്റൈഡ് എന്നാണ്. റൈറ്റ് ഓപ്ഷൻ ആണ് പ്രോട്ടീൻസ് പോളിപെപ്റ്റൈഡ് ആണ്. പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂൾ വെച്ച് നിർമ്മിച്ചല്ലേ, മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നാണ് പോളിസാക്കറൈഡ് നിർമ്മിച്ചത്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അഡെനിൻ ആൻഡ് ഗ്വാനിൻ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡ്. അഡെനിൻ ഗ്വാനിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡ്സ് ആണോ? അല്ല. നമുക്കറിയാം ഡയറക്റ്റ് ആൻസർ ഓൾമോസ്റ്റ് all enzymes are protein. ഇവിടെ all എന്നല്ല കൊടുത്തിരിക്കുന്നത്, almost all enzymes are protein എന്നാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. all എന്ന് കൊടുത്തായിരുന്നെങ്കിൽ തെറ്റിയാണ്. കാരണം അവിടെ ഫസ്റ്റ് സെന്റൻസ് ഇവിടെ പറയുന്നതാണ് ഓൾമോസ്റ്റ് എന്നാണ് പറയുന്നത്. all എന്ന് വെച്ചാൽ തെറ്റാണ്. ഓക്കെ, അപ്പം ബി സി ഇ വരുന്നത് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് വൺ, ഇത് അതായത് നമ്മുടെ ATP NADPHന്റെ ഡയറക്റ്റ് ഇത് എങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കാമായിരുന്നു അല്ലെ. കുട്ടികൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതാണ്. നമുക്കറിയാം ഹൗ മെനി ATP NADPH ഒരു മോളിക്യൂള്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മോളിക്യൂള് ഗ്ലൂക്കോസിന് 6 കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് എത്രയാ? 3 ATPയും 2 NADPH എന്നുള്ള കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 എണ്ണത്തിന് ഡയറക്റ്റ് ആൻസർ എത്രയാണ്? 18 ATPയും 12 NADPH ആണ്. 18 12. ഇത് ഇവര് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ആൻസർ ആണ്. അപ്പൊ അത് തന്നെ ഡയറക്റ്റ് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടില്ലാതെ ഉത്തരത്തിലോട്ടും പോകാൻ പറ്റുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ, which of the following is not the true regarding restriction endonuclease? Not true. ശരിയായിട്ടുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്, ട്രൂ അല്ല, നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബയോടെക്കിലെ സിമ്പിൾ ഒരു ടോപ്പിക്. ബയോടെക്നോളജി പ്ലസ് നമുക്ക് വേണമെങ്കിൽ DNA ഫിംഗർപ്രിന്റിംഗ് പറയാം. ഓക്കെ, ഫസ്റ്റ് അവരെ അറിയപ്പെടുന്ന തന്നെ ഇത് കണ്ടുപിടിച്ചത് ഫസ്റ്റ് പാരഗ്രാഫിൽ NCERT ടെക്സ്റ്റിന്റെ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ്. They cut DNA only at the center of palindromic sites. Only at the center of palindromic എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പാലിൻഡ്രോമിക് വെച്ച് കട്ട് ചെയ്യാം, പക്ഷേ only അല്ല. Okay. They remove nucleotides only from the ends of DNA fragments. അവിടെയും തെറ്റി. എന്ത് വന്നു? only എന്ന് പറയുന്ന ഒരു വേർഡ് അതിനകത്ത് കയറി വന്നപ്പം they recognize specific palindromic base sequence ആണല്ലേ. നമുക്ക് എക്സാമ്പിൾ സഹിതം തന്നിട്ടുണ്ട് 6 ബേസ് പെയർസ് ഉള്ള പാലിൻഡ്രോമിക് സീക്വൻസ് ഇക്കോളയുടെ. അപ്പൊ നമ്മളോട് നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 എണ്ണം തെറ്റായിട്ടുള്ളത് കിട്ടി. ഏതൊക്കെയാണ്? C&D ഓപ്ഷൻ. C&D വരുന്നത് ആൻസർ 3 is the right answer. Okay, so next ലേക്ക് പോകാം. നെക്സ്റ്റ് അഗൈൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എക്കോസിസ്റ്റം ചാപ്റ്ററിൽ നിന്ന് ഡീകമ്പോസിഷന്റെ സ്റ്റെപ്സുകൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഡീകമ്പോസിഷൻ, ഡെട്രിറ്റസ്, മിനറലൈസേഷൻ, ഹ്യൂമിഫിക്കേഷൻ. അപ്പൊ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ആണെന്ന് അറിയാം നമുക്ക് അല്ലെ. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് A3 ഓപ്ഷൻ വരുന്നത് 2 എണ്ണം ഉണ്ട്. കൺഫ്യൂഷൻ തോന്നാം അല്ലെ. പിന്നെ നമുക്ക് കിട്ടും എന്താണ് ഡെട്രിറ്റസ്. ഡെട്രിറ്റസ് എന്താ? ഡെഡ് റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. B4 വരണം. കിട്ടി, ആൻസർ കിട്ടി. C എന്താണ്? മിനറലൈസേഷൻ, ഇൻഓർഗാനിക് അല്ലെ. രണ്ടെണ്ണം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഉത്തരത്തിൽ എത്തിക്കഴിഞ്ഞു. എയും ബിയും അറിയാമെങ്കിൽ ഉത്തരം കിട്ടി. നെക്സ്റ്റ് വൺ, which of the following the ovules are not enclosed by an ovary wall and remain exposed? ഈ ക്വസ്റ്റ്യന്റെ കഴിഞ്ഞ പ്രാവശ്യം അതായത് 25ലെ ക്വസ്റ്റ്യനില് പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു ലാർജ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നിപ്പോ ജിംനോസ്പേമിന്റെ ഡയറക്റ്റ് ഒരു എക്സാമ്പിൾ ആ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും അറിഞ്ഞാൽ മതി. നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിംനോസ്പേം ആണെന്ന് അറിഞ്ഞാൽ ജിംനോസ്പേമിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
പൈൻ ആണ്, പൈനസ് ആണ് ജിംനോസ്പേമിന്റെ എക്സാമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും. നെക്സ്റ്റ് വൺ അഗൈൻ മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററില് പ്ലാസന്റേഷൻ അതും കൊടുത്തിട്ടുണ്ട്. പ്ലാസന്റേഷൻ എക്സാമ്പിൾസും ആണ് 4 പ്ലാസന്റേഷനകത്ത്. ഇതിനകത്ത് മാർജിനൽ പ്ലാസന്റേഷൻ പി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ആൻസർ കിട്ടി, ആൻസർ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് നമുക്ക് ഉത്തരം കിട്ടിയല്ലേ. B4 അതായത് ആക്സിയൽ ലെമൺ, പരൈച്ചൽ C1, മസ്റ്റാർഡ്, ബേസൽ D3, മാരിഗോൾഡ്. സോ ഉത്തരം എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റിലൊക്കെ സംഭവിച്ചു വളരെ 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 എന്താ പറയുക ഈസിയസ്റ്റ് ആയിട്ടുള്ളതായി പോയി. നെക്സ്റ്റ് വൺ, the angiosperms root hairs arise from which one of the following regions of the root? Angiospermsന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. regions of rootനകത്ത് ഒരു സെന്റൻസ് പറയുന്നുണ്ട്. എവിടെയാ? മെച്ചുറേഷൻ റീജിയനിൽ നിന്നാണ് റൂട്ട് ഹെയർ ഫോം ചെയ്യുന്നത്. അപ്പൊ അത് അവര് എവിടെയാണ്? മോർഫോളജിയിലും പഠിക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനിലൊക്കെ നമുക്ക് ഈ ഒരു ടേംസ് കയറി വരും. അനാട്ടമിയിൽ പറയാം. അപ്പൊ ആ 2-3 ചാപ്റ്റേഴ്സിലും നമ്മൾ ഇതേ സെന്റൻസ് പറയുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. Okay, so next one again, in which of the following is not ശരിയല്ലാത്തതാണ്, not a characteristic of plant cell in the phase of elongation? ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ളതാണ്. പ്ലാന്റ് സെല്ലിന്റെ ഭാഗമല്ലാത്തത്, ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റിൽ NCERT 3 കാര്യങ്ങളാണ് അതിന്റെ ഫേസസിന്റെ ക്യാരക്ടർ ആയിട്ട് പറയുന്നത്. ഒന്ന് വാക്യുലേഷൻ പറയുന്നുണ്ട്, സെൽ എൻലാർജ്മെന്റ് പറയുന്നുണ്ട്, ന്യൂ സെൽ വാൾ ഡിപ്പോസിഷൻ, ലാർജ് കൺസ്പിക്ഷ്യസ് ന്യൂക്ലിയസ് കേസ് പറയുന്നില്ല. അപ്പൊ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മുടെ DNA അതായത് മോളിക്കുലാർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് വിത്ത് റെഫറൻസ് ടു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏത്? A transcription unit in DNA is defined primarily by 3 regions, അല്ലേ? Promoter, structural gene and terminator. Right ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Next one, promoter is said to be located towards 5' end of structural gene. അറിയാമെങ്കിൽ അവിടെ തെറ്റിക്കാമായിരുന്നു അല്ലേ? 3' പോലെ ഇട്ടോ അല്ലെങ്കിൽ കറക്റ്റ് തന്നെയാണ് 5' end ആണ്. നമ്മൾ എപ്പോഴും കോഡിംഗ് സ്റ്റാൻഡ് വെച്ച് പറയണമല്ലോ. അപ്പൊ 5' end തന്നെയാണ് വരിക. നെക്സ്റ്റ് വൺ, the promoter is a DNA sequence that provide binding site for RNA polymerase, which is also true. RNA polymerase bind ചെയ്യുന്നത് DNA polymerase ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പൊളാരിറ്റി വെച്ച് മാറ്റാമായിരുന്നു. പ്രൊമോട്ടർ ഡിഫൈൻ ദി ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു തരത്തിലും കുട്ടികളെ Terminator is located towards 3' end. അപ്പൊ ഇവിടെയും കൺഫ്യൂഷൻ തോന്നാൻ ഒരു സാധ്യതയില്ല. അത് 5' ആണ്, 3' ആണ്, ഉറപ്പാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ടോപ്പിക് അതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. അപ്പൊ ആൻസർ ചെയ്ത് പറഞ്ഞ ABCDE ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും 5 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, alpha helix is found in which level of protein structure? Biomolecular അല്ലേ? 4 പ്രോട്ടീൻ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി. അത് സെക്കൻഡറി സ്ട്രക്ചർ 2 ആണ്, ആൽഫയും ബീറ്റയും. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ ആണെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ അഗൈൻ ബയോമോളിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. ആരെ കുറിച്ച്? അമിനോ ആസിഡിനെ കുറിച്ച്. Which of the following statement are correct regarding amino acid? ഇത് പക്ഷേ ഒരു ഇത്തിരി ഒന്ന് അല്ലേ ചിന്തിക്കാൻ, എന്ന് വെച്ചാൽ എക്സാമ്പിൾ നന്നായിട്ട് അറിയാവുന്ന പ്രശ്നമില്ല. ഇനി എക്സാമ്പിളിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഒരു പ്രശ്നം മാത്രമുള്ള പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. They are substituted methane. That is true. മീഥേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ആരുണ്ടാകുന്നത്? അമിനോ ആസിഡ്. നെക്സ്റ്റ് വൺ, സെറൈൻ അരോമാറ്റിക് അമിനോ ആസിഡ് ആണോ? അല്ല. നമ്മൾ അരോമാറ്റിക് 3 എണ്ണമാണ് പഠിക്കുന്നത് അല്ലേ? തൈറോസിൻ, ട്രിപ്റ്റോഫൻ ആൻഡ് ഫീനൈൽ അലാനെ. അതിനകത്ത് വരുന്ന ആളല്ല സെറൈൻ. സോ ഇറ്റ് ഈസ് റോങ്. ന്യൂട്രൽ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വാലിനാണ് പഠിക്കുന്നത്. കറക്റ്റ് ആണ്. ലൈസിൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ബേസിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. അസിഡിക് ആണോ? അല്ല. ബയോമോളിക്യൂളും പറയുന്നുണ്ട്, മോളിക്കുലാറും പറയുന്നുണ്ട്. പോസിറ്റീവ് അമിനോ ആസിഡ് എന്നാണ് പറയുന്നത് അല്ലെ? ബിയും ഡിയും തെറ്റാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് തെറ്റല്ല, കറക്റ്റ് ആണ്. അപ്പൊ എയും സിയും. ഓപ്ഷൻ 3 A and C.
Again, bulliform cells, grasses, അതായത് മോണോകോട്ട് ലീഫിനകത്ത് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് bulliform cells. ചോദിച്ചിരിക്കുന്ന ഫംഗ്ഷൻ മാത്രമാണ്. ആകെ അത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? മിനിമൈസ് വാട്ടർ ലോസ് ആണ് ഡ്യൂറിംഗ് വാട്ടർ സ്ട്രെസ് കണ്ടീഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ അനാട്ടമിയിൽ സ്ട്രക്ചേഴ്സ് ഒക്കെ തന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാമായിരുന്നു. അവിടെയും അവര് കുട്ടികളോട് നീതി പുലർത്തി. ഫോട്ടോസിന്തസിസിൽ നിന്ന് അടുത്ത ഒരു നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ എണ്ണം ഇവിടെ ഡയറക്റ്റ് ആണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സസ് അസോസിയേറ്റഡ് വിത്ത് നമ്മൾക്കറിയാം PS2 ആണ് വരുന്നത്. ഇവിടെ PS1 ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഇനി C4 പ്ലാന്റ്സ് യൂസ് C4 പ്ലാന്റ്സിലും C3 നടക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. മതി. ഇനി അടുത്ത C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ പ്രൊഡക്ടിവിറ്റി. അത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. C3 പ്ലാന്റ്സിൽ അല്ല ക്രാൻസ് അനാട്ടമി നടക്കുന്നത്, C4ലാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ATP synthesis in chloroplast occurs through chemiosmosis hypothesis കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ട ഇൻകറക്റ്റ് ആണ്. എയും ഡിയും. എ വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി കഴിയും. അതറിയാമെങ്കിൽ അത് ഉറപ്പായിട്ട് കിട്ടി കഴിയും. ആൻസർ ഏതാ വരുന്നത്? 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതും നമ്മുടെ എന്താണ് അനാട്ടമിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ കുറെ ടിഷ്യൂസ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ്. നമുക്ക് ഇപ്പോഴത്തെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് സ്പെഷ്യലൈസ്ഡ് സെല്ല്, ഗാഡ് സെൽസിന്റെ വിസിനിറ്റിയിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സിഡറി സെൽസ്. C1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളോ? രണ്ടെണ്ണം ഉണ്ട്. അവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്. അടുത്ത എൻഡോഡെർമൽ സെൽ റിച്ച് ഇൻ സ്റ്റാർച്ച് നമ്മൾ സ്റ്റാർച്ച് ഷീത്ത് എന്നാണ് വിളിക്കുന്നത്. B2 വരണം. അവിടെ ബിയും കൂടെ അറിയണം. അവിടെ ടിഷ്യൂസ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂ. A3 വരുന്ന രണ്ട് ഓപ്ഷൻ. അപ്പം A3. അപ്പൊ ഏതാ ഓപ്ഷൻ? 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കേ, B4 വരും. നെക്സ്റ്റ് വൺ again ബയോടെക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ആര്? BT കോട്ടൺ. തെർമോസ്റ്റേബിൾ എവിടെ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നതെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തെർമസ് അക്വാറ്റിക്. A2 വരണം, B3 വരണം. ഓപ്ഷനേ ഉള്ളൂ അല്ലേ? TI പ്ലാസ്മിഡ് ഉള്ളത് എവിടുന്നാണ്? ബാക്ടീരിയ ആണ്. PBr322 ഈക്കോളി. അപ്പം ഓപ്ഷൻ ഏതാണ്? അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള. Next again, heterophyllous development in response to environment is an example of which of the following phenomena? ഇത് പ്ലാന്റ് ഗ്രോത്തിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പം പ്ലാസ്റ്റിസിറ്റി ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ വെച്ചിട്ട് ഒന്ന് കറക്കി ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്ലാസ്റ്റിസിറ്റി ആൻസർ വരുന്ന ഡയറക്റ്റ്. ഇത് റെസിമോസ് ഇൻഫ്ലോറസെൻസ്, അതായത് നമ്മുടെ മോർഫോളജി. എനിക്ക് തോന്നി ആ ഒരു യൂണിറ്റിൽ നിന്ന് മോർഫോളജിയിലെ ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യനോളം വന്നിട്ടുണ്ട്. അനാട്ടമിയും സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ആ യൂണിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ മോർഫോളജി. അത് പക്ഷേ വിഷമിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്, ആക്കാമായിരുന്നു. അപ്പൊ അതില് റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസിമോസ് എന്ന് പറയുന്നത് അല്ല ടെർമിനേറ്റ് ചെയ്യുന്നത്, സൈമോസ് ആണ്. അപ്പൊ ഇത് ടെർമിനേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഗ്രോത്ത് ലിമിറ്റഡും അല്ല. അപ്പൊ ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ അക്രോപെറ്റൽ സക്സഷൻ എന്നുള്ളതാണ് അതിനകത്ത് റെസിമോസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ബാക്കി 3 ഓപ്ഷനും കണക്റ്റഡ് ആണ്, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കേ, നെക്സ്റ്റ് വൺ. Which of the following disorder caused by the substitution of glutamic acid by valine at the 6th position of beta globin chain of the hemoglobin molecule? എന്ത് ക്വസ്റ്റ്യൻ? ഡയറക്റ്റ് ഏതൊരാൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? പ്രിൻസിപ്പിൾ കാണാതെ പഠിക്കുന്നവർക്ക് ഏത് രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇത് മോളിൽ ഇട്ട് വേറെ ഏതെങ്കിലും താഴെ ഇട്ടായിരുന്നെങ്കിൽ നല്ല പാടുള്ള ക്വസ്റ്റ്യൻ ആയേനെ. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ വെച്ച് ചോദിക്കായിരുന്നു. കോഡോൺ വെച്ച് ഉണ്ട്. ഓക്കേ, എന്താണ് പ്രിൻസിപ്പിൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന് എക്സാമ്പിൾസ് ആണ് തോന്നുന്നത്. എനിക്ക് എക്സാമ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അറിയാലോ. ആന്തൂറിയം ഫ്ലവറിന്റെ പിങ്ക് ആൻഡ് വൈറ്റ് റെഡ് ഫ്ലവറിനകത്ത് ഉണ്ടാവുന്ന ചേഞ്ച് നമ്മൾ പഠിക്കുന്ന ഇൻഹെറിറ്റൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് പഠിക്കുന്നത്. വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ കയറി വരുന്നുണ്ട്. കോഡോമിനൻസിന് മൾട്ടിപ്പിൾ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. B4 C പ്ലിയോട്രോപ്പി, ഫീനൈൽ കെറ്റോനൂറിയ ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്, ഹ്യൂമൻ സ്കിൻ കളർ. ഓക്കെ, next one, arrange the following the correct developmental sequence related to sporogenesis. Microsporogenesis, sexual reproduction plant എന്ന് പറയുന്നതിനകത്ത് ഒരു നമുക്കൊന്ന് ചിന്തിക്കണം. ജസ്റ്റ് കാര്യം ഇതിങ്ങനെ അറേഞ്ച് ചെയ്യാനല്ലേ ചോദിച്ചിരിക്കുന്നത്, ഡെവലപ്മെന്റൽ അറേഞ്ച്മെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ടിഷ്യൂസ് ആണ്, സ്പോറോജീനിയസ് ടിഷ്യൂസ് ആണ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്. അപ്പൊ ആദ്യം ടിഷ്യൂ ആണ് വരേണ്ടത് അല്ലെ. ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്തിട്ട് ബി ഓപ്ഷൻ വരുന്നത് രണ്ടെണ്ണം ഡെവലപ്പ് ചെയ്ത് മദർ സെല്ലാവും, ഡിയിലേക്ക് വരും. പോളൻ മദർ സെൽസിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, മിയോസിസ് നടന്ന് ടെട്രാഡ് ഉണ്ടാവും, എ ആവും. ആ ടെട്രാഡ് ആണ് പിന്നീട് പോളൻ ആയിട്ട് മാറുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ് ആണല്ലേ, സദേൺ ബോട്ടിംഗ് ടെക്നിക്സ് ആണ് കൊടുത്തേക്കുന്നത്. പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് അതേപോലെ ഐസൊലേഷൻ ഓഫ് DNA ആൻഡ് ഇറ്റ്സ് ഡൈജഷൻ ബൈ റെസ്ട്രിക്ഷൻ ടു ന്യൂക്ലിയസ് അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ആണ് വരേണ്ടത്, ഒന്ന് എ ആണ്. പിന്നെ രണ്ടാമത് വരേണ്ടത് DNA ഫ്രാഗ്മെന്റ്സ് നമ്മൾ എന്തോ ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം അല്ലെ, സെപ്പറേറ്റ് ചെയ്യണം. രണ്ടാമത്തത് ഇ ആണ് വരേണ്ടത്. അപ്പൊ എ ഇ വരുന്ന ഓപ്ഷൻ രണ്ടെണ്ണം നമ്മൾ എത്തിക്കഴിഞ്ഞു. എയോ ബിയോ അല്ലെ, എ രണ്ടാമത്തെ വന്നു. ഇനി മൂന്നാമത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തോ ചെയ്യുക, സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. മൂന്ന്, അപ്പൊ സി വന്നു. പിന്നെ ബി ഹൈബ്രിഡൈസേഷൻ, ലാസ്റ്റ് വൺ ആട്ടോ റേഡിയോഗ്രഫി. ഡയറക്റ്റ് നമുക്ക് ഉത്തരം കിട്ടും. നെക്സ്റ്റ് വൺ, എക്സ്പ്ലോറിംഗ് ഇത് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ചു വായിച്ചുകൊണ്ട് നമ്മൾ കാണും. മോളിക്കുലാർ ജനറ്റിക്, ഇത് ബയോഡൈവേഴ്സിറ്റി. ഇത് ചിലപ്പോ ഒരു കൺഫ്യൂഷൻ തോന്നി, ഇങ്ങനെ ഒരു പല കുട്ടികളും ആൻസറിൽ എത്തിയത് അവര് ഈ ബയോമാഗ്നിഫിക്കേഷൻ വരത്തില്ല, ഫോർട്ടിഫിക്കേഷൻ വരത്തില്ല. പക്ഷേ നാരോ യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്ന കൺസർവ് ചെയ്യുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ബയോ പ്രോസ്പെക്ടിംഗ് എന്ന് പറഞ്ഞാലാണ് ജനറ്റിക് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റി എക്സ്പ്ലോർ ചെയ്യുക. രണ്ട് പേരുകൾ അതിനകത്ത് പൊതുവെ, ഒന്ന് എൻഡിമിസോ എന്ന് കൊടുത്തേക്കുന്ന ഒരു പേരും, രണ്ട് ബയോ പ്രോസ്പെക്ടിംഗും ആണ്. കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Again, the following statement proves sex determination honeybee. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് പക്ഷേ ഇങ്ങനെ എളുപ്പമാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാപ്ലോഡിപ്ലോയിഡിക് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. An offspring formed from union of sperm and egg develop into female. ശരിയാണ്. ഫ്യൂഷൻ നടന്നുണ്ടാകുന്ന എപ്പോഴും എന്തായിരിക്കും, ഫെർട്ടിലൈസ്ഡ് ആയ ഗമേറ്റ് ആണ് ഫീമെയിൽ ആയിട്ട് മാറുക. അൺഫെർട്ടിലൈസ്ഡ് എഗ് ഡെവലപ്പ് ഇൻടു മെയിൽ ബൈ പാർത്തനോജൻസിസ്. കറക്റ്റ് ആണ്. ഫെർട്ടിലൈസ് ചെയ്യാതെയാണ് മെയിൽ ഉണ്ടാകുന്നത്, കാരണം മെയിലിന്റെ ക്രോമസോം നമ്പർ 16 ഉള്ളൂ. A male has half the number of chromosomes than that of female. അത് കറക്റ്റ് ആണ് അല്ലേ. ഇതും വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാമായിരുന്നു. മെയിൽ 16 ഫീമെയിൽ 32 ആണ്. അപ്പം പകുതിയുള്ളൂ. ഇവിടെ അവരത് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. മെയിൽ പ്രൊഡ്യൂസ് സ്പേംസ് ബൈ മിയോസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിയോസിസ്, കാര്യം അവിടെ മിയോസിസ് നടക്കേണ്ട ആവശ്യമില്ല, 16 ക്രോമസോമാണല്ലോ. അപ്പൊ അത് തന്നെ ക്രോമസോം നമ്പർ എപ്പോഴും റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ മൈറ്റോസിസേ നടക്കാവുള്ളൂ അല്ലെ. ഡി തെറ്റാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു തുടങ്ങിയ ഹാപ്ലോഡിപ്ലോയിഡിക് സെക്സ് ഡിറ്റർമിനേഷൻ, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം തെറ്റാണ് അല്ലെ. ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ സീക്വൻസ്. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കത്തില്ല. ഓക്കെ, കറക്റ്റ് ഓർഡർ ഏതാണെന്നാ ചോദിച്ചേക്കുന്ന സ്റ്റെപ്സ്. അപ്പൊ അവിടെ ആദ്യം എന്താണ് നടക്കുന്നത്, ഡീനാച്ചുറേഷൻ നടക്കണം, അനീലിംഗ് നടക്കണം, എക്സ്റ്റൻഷൻ നടക്കണം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇത് പറയാൻ കൂടിയില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following statement correct respect to DNA separation, isolation and visualization? ഇത് നമുക്ക് ഏതാണ്, ഫിംഗർ പ്രിന്റിങ്ങിനകത്ത് അതേ സ്റ്റെപ്സ് തന്നെ നമ്മൾ ബയോടെക്കിനകത്ത് പഠിക്കുന്നുണ്ട്, ജെല്ലി ലെറ്റർ ഓഫ് ഫോറസിസിനകത്ത്. അപ്പൊ ആദ്യം DNA കട്ട് ചെയ്യാന്നുള്ളതാണ്
പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? കട്ടിംഗ് ഓഫ് DNA is done by molecular scissors. ഓക്കെ, നമ്മൾ പിന്നെ സൈസിന്റെ ബേസിലാണ് അഗ്രൂസിൽ ചെയ്യുന്നത്, അതും കറക്റ്റ് ആണ്. സെപ്പറേറ്റഡ് DNA fragments can be seen ഇവിടെ കണ്ട വിത്തൗട്ട് സ്റ്റെയിനിങ് ആണ്, നമ്മൾ അല്ലാതെ തെറ്റാണ് അല്ലേ? അപ്പം സ്റ്റെയിൻ ചെയ്യാതെ കാണാൻ പറ്റത്തില്ല, സീഡിയം ബ്രോമൈഡ് ആണ്. അപ്പൊ അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റി. അപ്പൊ തന്നെ നമ്മൾ ആൻസറിൽ എത്തി, നമുക്ക് വേണ്ട കറക്റ്റ് ആണ്. എയും ബിയും എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? എത്തി. എങ്കിലും നമുക്ക് നോക്കാം. സെപ്പറേറ്റഡ് DNA fragments when stained with ethidine can be seen in visible. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ പറയുന്ന UV ലൈറ്റ് ആണ്, വിസിബിൾ ലൈറ്റ് ആണെന്നല്ലേ. അപ്പം അത്രയും സിമ്പിൾ ആയിട്ട് കോൺട്രഡിക്ഷൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. Next one, the main criteria used for 5 kingdom classification by RX Whittaker. 5 kingdom classification അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് അവർക്ക് ഓപ്ഷനിൽ പോലും അവരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, പ്രസൻസ് ഓഫ് ഫ്ലജെല്ല അത് വരത്തില്ല. ബാക്കി റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ആൻസർ A, B, D, E കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. A, B, D, E ഓപ്ഷൻ 1 വരണം. സി വരില്ല, ബാക്കി എല്ലാം വരാം. Next one, which one of the following is a triploid cell? ആ ചാപ്റ്ററിൽ നമ്മൾ ആകെ ഒരു ട്രിപ്ലോയിഡിനെ പഠിക്കുന്നുള്ളൂ. ആ ട്രിപ്ലോയിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടികൾ നോക്കാതിരിക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതോ അതിന്റെ പെൻ പി പ്രൈമറി എൻഡോസ്പെർം സെൽ എന്ന് നമ്മൾ പഠിക്കുന്നതാണ് ട്രിപ്ലോയിഡ്. അതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. നെക്സ്റ്റ് വൺ, അഗൈൻ മോളിക്കുലാർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് വിത്ത് റെഫറൻസ് ടു പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്? DNA ഹെലിക്സിന്റെ പാക്കേജിംഗുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കൊടുത്തേക്കുന്നത് അല്ലേ? ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾ കാൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. കറക്റ്റ് ആണ്. ഹിസ്റ്റോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻ. ഇവിടെ നെഗറ്റീവ്ലി എന്ന് കൊടുത്തേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മൾ ചിലപ്പോൾ വായിച്ചു പോകും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു പോകുന്നുണ്ട്. എവിടെ നെഗറ്റീവ് എവിടെ പോസിറ്റീവ്, അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ. നെഗറ്റീവ്ലി അല്ല, അവിടെ എന്താ പറയേണ്ടത്? പോസിറ്റീവ്ലി ആണ്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെഗറ്റീവ്ലി DNA ആണ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ്, ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ദ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂ ലൈസിൻ ആൻഡ് അർജിൻ. കറക്റ്റ് ആണ്, ബേസിക് ആയിട്ടുള്ളതാണ്. ലൈസിനും അർജിനും ഉള്ളത് കൊണ്ടാണ് അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. The positively charged DNA is wrapped around histone octamer. Positively charged DNA എന്നാ കൊടുത്തേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ തെറ്റാ, നമുക്കറിയാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് വരേണ്ടത്. സോ അവിടെ പോസിറ്റീവ് ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ്, പാക്കേജിംഗ് ഓഫ് ക്രോമാറ്റിൻ ഇൻ ഹയർ ലെവൽ റിക്വയർസ് അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് NHC. നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് ആണ്. അപ്പോഴാണ് നമ്മൾ യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ ഒക്കെ പഠിക്കുന്നത് അല്ലേ? ഓക്കേ, അപ്പോൾ കറക്റ്റ് ആണ്. കറക്റ്റ് ഏതൊക്കെയായിരുന്നു? ബിയും ഡിയും ആണ് തെറ്റ്. കറക്റ്റ് ആയിട്ട് A, B തെറ്റാണ്. A, C, E. ഓപ്ഷൻ സെക്കൻഡ് വൺ ആണ് റൈറ്റ് വൺ. നെക്സ്റ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് ആണോ ചോദിച്ചത്? കൺസർവേഷൻ എന്ത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ ഏതാണ് സീക്രട്ട് ന്യൂസ് ആണ്? നമുക്ക് കണ്ണടച്ചുകൊണ്ട് കറപ്പിക്കുമ്പോ മാത്രം കറക്റ്റ് ആയിട്ട് കറപ്പിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെയാണല്ലേ ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, ലാക്ടോപ്രോൺ. ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തലകുത്തി നിന്ന് പഠിച്ചിട്ട് ചോദിക്കാം. നെഗറ്റീവ് റെഗുലേഷൻ ചോദിക്കാം, ഫങ്ഷൻസ് ചോദിക്കാം, എങ്ങനെയൊക്കെ ചോദിക്കാം. എന്റെ മക്കളെ, ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നും പറഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്തിനെ കോഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈസി ആയിട്ട് പറയാം, ബീറ്റ ഗാലക്ടോസിഡേസ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. പറയണ്ട, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പാട് 3 ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഇത് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെയാണ്. കുട്ടികളെ സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് കൺഫ്യൂഷൻ ആക്കാൻ പറ്റുന്നത്. ഇത് നോക്കിയേ, 2,4-D അത് ഹെർബിസൈഡ് ആണെന്ന് അവർ കാണാതെ പഠിക്കുന്ന ഒരു സാധനമാണ്. ഈ ഒരു ആൻസറിൽ A3 വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഇവരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി അവർക്ക് അത് അറിയത്തില്ല എന്നിരുന്നോട്ടെ, ഇവിടെ സ്ട്രെസ് ABA വന്നാലും നമുക്ക് ആൻസറിൽ എത്താം. ഓപ്ഷൻ ഡി. പിന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. എന്നാൽ A3 അറിയാമെങ്കിൽ നമുക്ക് അറിയാത്ത ആരും ഉണ്ടായിരിക്കത്തില്ലല്ലോ. അപ്പൊ പ്ലാൻ ഗ്രോത്തിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ ആയി. ജെനറ്റിക്സിലെ നമുക്ക് ഏകദേശം 14 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മൾ എവല്യൂഷൻ എനിക്ക് ഒന്ന് 2 ക്വസ്റ്റ്യൻ കണ്ടിട്ട് 3 ക്വസ്റ്റ്യൻ എവല്യൂഷനിൽ നിന്ന്.
നെക്സ്റ്റ് അഗൈൻ ഹൈബ്രിഡൈസേഷൻ ആണ്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇത് നമ്മുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, അതിന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഹൈബ്രിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഐസൊലേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ ആണ്. ഡി വരുന്ന 2 ഓപ്ഷനിലുണ്ട്. ഇനി ഐസൊലേറ്റ് ചെയ്തതിനകത്തും നമുക്ക് എന്താ ചെയ്യേണ്ടത്? അവരുടെ സെൽ വോളിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പൊ ഡി എ കിട്ടി, ഇതാണ്ടേ ഡി എ. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നു. സോ ആൻസറിലേക്ക് എത്തി. ഉത്തരവായി അതെല്ലാ ക്വസ്റ്റ്യന്റെ നമ്മൾ ചെയ്ത എല്ലാ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമുട്ടിച്ച് ഫിസിക്സ് ലെങ്തി ആയിരുന്നു, പിന്നെ ബയോളജി ലെങ്തി ആയിരുന്നു. ഓക്കെ, ഈ ഇക്വേഷൻ കാണുമ്പോൾ പേടിക്കും. ഒത്തിരി നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഡയറക്റ്റ് ട്രൈപാൽമെറ്റിന്റെ കേസ് പറയുന്നുണ്ട്. അത് ട്രൈപാൽമെറ്റിന്റെ ഇക്വേഷനാ. ഈ ടെക്സ്റ്റ് വായിക്കാതെ പോകുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ 145ഉം 102 ഒക്കെ ഡിവൈഡ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. നമുക്ക് 7 ട്രൈപാൽമെറ്റിൻ എന്നാണ് അറിയാവുന്നുണ്ടെങ്കിൽ താണ്ടെ ബിറ്റ്വീൻ 0.5 to 0.95 ആൻസറിലേക്ക് എത്താം. അപ്പൊ ചിലപ്പോ ഒന്ന് കൺഫ്യൂഷൻ ആയേക്കാം. അയ്യോ ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് സമയം കളയുന്നവർ കാണും. പക്ഷെ നന്നായിട്ട് NCERT വായിച്ചു പോയ ഒരു കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാൻ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് 0.5 ആൻഡ് 0.95? ഓക്കെ, നെക്സ്റ്റ്, സിൻസ് ദ ഒറിജിൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്, there have been 5 episodes of mass extinction of species. How the 6th extinction, which is in progress, different biodiversity. ഈ ബയോഡൈവേഴ്സിറ്റി ചോദിക്കാറുള്ളതല്ല, അപ്പൊ അതും ബയോഡൈവേഴ്സിറ്റിയുടെ 6th എപ്പിസോഡ് അതും നമുക്ക് തന്നിട്ടുണ്ട്. ടെക്സ്റ്റിലെ സെയിം സെന്റൻസ് ആണ് 6th എഡിഷൻ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ പ്രീ ഹ്യൂമനേക്കാൾ 100 മുതൽ 1000 ആണ് നമ്മുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വായിച്ചു പഠിക്കുന്നതാണ്. നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ 2 ആണ്. ബാക്കിയൊക്കെ വായിക്കുമ്പോൾ തെറ്റാന്നറിയാം. 100 to 1000 ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. 0 10 ടൈംസ് അല്ല. നെക്സ്റ്റ്, ബയോമോളിക്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സിന്റെ ബോക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെ അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ട്രിപ്സിൻ ആസ് ആൻ എൻസൈം ആണ് അല്ലേ? ട്രിപ്സിൻ എൻസൈം. അപ്പൊ A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. മോർഫിൻ ഒരു ആൽക്കലോയിഡ് ആണ്. മോർഫിൻ ആൽക്കലോയിഡ് ആണെന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസറിൽ എത്താം. ഓക്കെ, B4 വരുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ. നോക്കി, സിക്കോൺകാനവാലിൻ, ലെക്റ്റിൻ, കൊളാജൻ, ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഓപ്ഷൻ 1 ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, which one of the following is not true about the universal rules of binomial nomenclature? നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഈ എക്സാമിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വന്നിട്ടുണ്ട്. Both the words biological name when handwritten are separately underlined or printed in italics. കറക്റ്റ് അല്ലേ സ്റ്റേറ്റ്മെന്റ്? ഓക്കേ, കറക്റ്റ്. നമ്മൾ ചോദിച്ചത് നോട്ട് ട്രൂ ആണ്. നോട്ട് ട്രൂ ആയിട്ടുള്ളതാണ് വേണ്ടത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, the specific epithet in the biological name starts with a small letter. ശരിയാണോ? സ്പീഷീസ് തുടങ്ങുന്നത് സ്മാളിലാന്ന് പറഞ്ഞേക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ജീനസ് ക്യാപിറ്റലിലും സ്പീഷീസ് സ്മാളിലുമാണ്. The first word in the biological name represent species epithet and the second denote genus. കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം അല്ലേ? ഫസ്റ്റ് ജീനസും സെക്കൻഡ് സ്പീഷീസും ആണ്. പഠിച്ചു തുടങ്ങുന്ന ചാപ്റ്ററാണ് അല്ലേ? അപ്പൊ പിന്നെ അതൊരിക്കലും തെറ്റത്തില്ല, മറക്കത്തുമില്ല. ഇല്ല. ലാസ്റ്റ് വൺ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ. ഓക്കെ, ലാറ്റിൻ ഡെഡ് ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് ലാറ്റിൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഏതാണ്? ട്രൂ ആയിട്ട് വന്നത് ഓപ്ഷൻ 3 മാത്രമാണ്. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് 3. നെക്സ്റ്റ് വൺ, the enzyme required for carboxylation in the Calvin cycle. കാർബോക്സിലേഷൻ കാൽവിൻ സൈക്കിളിന്റെ സൈക്കിൾ തന്നു ചോദിക്കാമായിരുന്നു. ATP ഡയറക്റ്റ്, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇവിടെ കാർബോക്സിലേഷനിൽ ഇൻവോൾവ് ആകുന്ന ഒരു എൻസൈമേ ഉള്ളൂ, ദാറ്റ് ഈസ് റുബിസ്കോ. RUBP, കാർബോക്സിലേസ് ഓക്സിജനേസ് അല്ലേ? റുബിസ്കോ ആണ്. ഓക്കേ, നമ്മൾ ബയോമോളിക്യൂൾ. ഓക്കേ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following floral formula is correct floral formula about Solanaceae farm? അല്ലേ? Solanaceae ആണ് ചോദിച്ചത്. അത് നമുക്ക് ഇന്ത്യയില്
ഫാമിലി ആഡ് ചെയ്തു 3 വർഷം കൊണ്ട് ഫാമിലി ആഡ് ചെയ്ത് വരുക. പക്ഷെ NCERT-യിലെ സെയിം സാധനം അതും ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്രിക്നെസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഗാമോ പെറ്റാലസ് പോളി പെറ്റാലസ് വെച്ച് അവർക്കൊന്ന് കൺഫ്യൂസ്ഡ് ആകാം. പക്ഷെ ഈ 2 ഓപ്ഷൻസ് അവർക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇത് തമ്മിൽ ഒന്ന് ശ്രദ്ധിക്കാതെ പോയാൽ നെഗറ്റീവ് ആകാം. എന്നാൽ ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് ഒരു സംശയമില്ലാതെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. രണ്ടും എങ്ങനെയാ, ഗാമോ സെപ്പാലസും ഗാമോ പെറ്റാലസും ആണ് അവിടെ വരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ളത്. Next one again, which one of the following types of pollination brings genetically different types of pollen grains to the stigma? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. 3 വർഷമായിട്ടും പോളിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇത് പക്ഷേ ഈ പ്രാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സെനോഗമി, അതായത് ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് കണ്ണോടെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ് ഓപ്ഷൻ 3 ആണ്, സെനോഗമി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, മാച്ച് ദ ലിസ്റ്റ് 1 and list 2. ഇവിടെ ഈ എവിടെയാണ് റെസ്പിറേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈവെന്റ്സുകൾ എവിടെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ്, സൈറ്റോപ്ലാസം. അപ്പം A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ടോ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞു. A3 സൈറ്റോപ്ലാസം. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ നടക്കുമ്പോൾ അക്യുമുലേഷൻ എവിടെയായിരിക്കും? ഇന്റർസ്പേസിൽ വരും. എന്ത് സിമ്പിൾ ആയിട്ടൊരു ഒരെണ്ണം ഉണ്ടെങ്കിൽ ആൻസർ എഴുതാം. Next one, insertion of foreign DNA at a BMHI site, E. coli cloning vector PBR322 result in loss of antibiotic resistant to AIDS. ഇത് PBR322 ഈക്കോളിയുടെ ബയോടെക്നോളജിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതും എങ്ങനെ ചോദിച്ചിരിക്കുന്നത്? DNA BAM-H1 സൈറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി ലോസ് ആകുന്നത് എവിടെ? ഏത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ലോസ് ആകുന്നത്? അപ്പൊ BAM-H1 സൈറ്റിലുള്ളത് ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്കിനുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ടെട്രാസൈക്ലിന്റെ റെസിസ്റ്റിവിറ്റി ആണ് പോകുന്നത്. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ ഇത് തമ്മിലാകാം. ആംഫിസിലിനും ടെട്രാസൈക്ലിനും ആണല്ലോ നമ്മൾ അവിടെ PBR-ല്. അപ്പൊ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ടെട്രാസൈക്ലിൻ എന്നുള്ള ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, നമ്മൾ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ദ 6th mutant codon of beta globin chain causing polymerization of hemoglobin and change in RBC shape is. അതായത് സിക്കിൾ സെൽ അനീമിയയെ കുറിച്ച് ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലേ മ്യൂട്ടന്റ് കോഡോൺ ആണ്. ഏത് കോഡോണിന് ചേഞ്ച് ഉണ്ടായി എന്നല്ല, ഏത് കോഡോൺ ആണ് ഇതിന് റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ നമുക്കറിയാം GAG GUG ആയിട്ട് മാറുന്നതാണ് ഈ പ്രശ്നം. അപ്പൊ കോഡോൺ ഏതാണ്? മ്യൂട്ടന്റ് കോഡോൺ GUG ആണ്. GAG GUG ആയിട്ട് മാറുന്നതാണ്. എന്തിന് കാരണം? സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം. സോ ദ ആൻസർ ഈസ് മ്യൂട്ടന്റ് കോഡോൺ ഈസ് GUG ആണ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗിഫ്റ്റ് ഗിഫ്റ്റ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. പേരിൽ തന്നെ ഉത്തരം ഗാമേറ്റ് അല്ലാത്തത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓവഗാമീറ്റ് ആണ്. ഓവ കളക്ടർ ഫ്രം ഫീമെയിൽ ഡോണർ. എവിടെയാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? യൂട്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂട്രസ് ഓപ്ഷനിൽ വരുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. യൂട്രസ് അല്ല, എന്തായാലും ഗിഫ്റ്റിനകത്ത് ഫാലോപ്പിയൻ ട്യൂബിൽ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഓവം കളക്ടർ ഫ്രം ഡോണർ into the fallopian tube of another female who cannot produce ovum but can provide a suitable environment for fertilization and development. അല്ലേ, നമ്മൾ ഗിഫ്റ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നതാണ്. ലാസ്റ്റ് നമ്മൾ നോക്കാം. The early embryos up to 8 blastomere ആണ്. അപ്പൊ അത് ഗാമീറ്റ് അല്ലല്ലോ, എംബ്രിയോ ആയല്ലോ. പറ്റുമോ? ഇല്ല. അത് നമുക്ക് റൈറ്റ് ഓപ്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സെക്കൻഡ് മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. Next one, which of the following is an appropriate example of sexual deceit? ഇത് നമ്മുടെ ഓർഗാനിസം പോപ്പുലേഷൻ ആത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതേ സാധനം നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓർഗാനിസം പോപ്പുലേഷൻ അത് കണ്ണുടച്ചിട്ട് പറയാം ആരാണ് ഇവര് രണ്ടുപേരും കൂടിയാണ്. ഒരു ഫേഴ്സും ബംബിൾ ബീയും. അവരുടെ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ ഒരു ഫ്ലവറിന്റെ പെറ്റൽ ഫീമെയിൽസ് പോലെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ് കാണിക്കുന്നത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എവല്യൂഷൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. എവല്യൂഷൻ വരുന്നത് അല്ലേ? അത് ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ബീയിങ്സിന്റെ ഡെവലപ്മെന്റൽ സീക്വൻസ് ആണ് കൊടുത്തേക്കുന്നത്.
ഫസ്റ്റ് അവിടെ ഓരോ ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. സ്റ്റാർട്ട് ഫ്രം രാമാപിത്തേക്കസ് അല്ലെ, രാമാപിത്തേക്കസ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓസ്ട്രോപിതേസിൻസ് കൊടുത്തിട്ടില്ല അതിനകത്ത്. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽമാൻ, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, എന്തായാലും ഹോമോ സാപ്പിയൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. രാമാപിത്തേക്കസ് കഴിഞ്ഞ് നിയാൻഡർ കഴിഞ്ഞ് രാമാപിത്തേക്കസ് വരത്തില്ല. രാമാപിത്തേക്കസ് ഇടയ്ക്ക് കയറി വരത്തില്ല. സോ ആൻസർ ഉറപ്പായിട്ടും ഏതാണ്? സെക്കൻഡ് വൺ ആയിരിക്കും. സെക്കൻഡ് വൺ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ജസ്റ്റേഷൻ പീരിയഡിൽ ഉണ്ടാവുന്ന ചേഞ്ചുകളെ കുറിച്ച്. ഇത് വന്നത് വീക്സ് മന്തിന് പകരം വീക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു മന്ത് 4 വീക്ക് ആണെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു. ഏറ്റവും കുറവ് വീക്ക് ഉള്ളത് നോക്കിയേ, 8 വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 2 മന്ത്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 2 മന്ത്സിൽ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് അല്ലേ? B3 ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. B3 വരുന്ന ഒറ്റ ഓപ്ഷൻ ഏതാണ്? ലാസ്റ്റ് വൺ ആണ്. അപ്പൊ നോക്കി ബാക്കിയുള്ള വേണം നോക്കാം. ഫീറ്റസ് മൂവ്മെന്റ് ഉണ്ടാകുന്ന 5th മന്ത് ആണ്. 5th മന്ത് എന്ന് പറയുമ്പോൾ 20 മാസം കിട്ടി. A2 കറക്റ്റ് ആണല്ലോ. A2 B3. അടുത്തത് C, ഫീറ്റസ് ഡെവലപ്മെന്റ് എക്സ്റ്റെൻഡ് 3rd മന്ത്. The fetus body is covered by 6th month. 6 സിമ്പിൾ ആണ്. 4 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരവായി. നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് അനിമൽ കിങ്ഡത്തിൽ എന്നുള്ള ക്വസ്റ്റ്യൻ. പ്രൊക്യൂർഡ് സം ഫിഷ്. ഇതുവരെ വന്നിട്ടില്ല അനിമൽ കിങ്ഡം അല്ലേ? പ്രൊക്യൂർഡ് സം ഫിഷ് ലൈക്ക് അനിമൽസ് അപ്പോൺ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ്. എൻഡോസ്കെൽട്ടൻ കാർട്ടിലേജ് ആണ്. പറഞ്ഞു എക്ടോപാരസൈറ്റ് പറയുന്നുണ്ട് അല്ലേ? സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത്. പിന്നെ 7 pairs of gills are present ആണ്. Pairs and fins or gills are absent അല്ലെ? Paired fins and scales are absent. ഈ പോയിന്റുകൾ കേൾക്കുമ്പോൾ എക്ടോപാരസൈറ്റ് എന്നുള്ള പോയിന്റ് കേൾക്കുമ്പോൾ ആൾക്കാർ ഉത്തരത്തിലേക്ക് വരും. സൈക്ലോസ്റ്റോമേറ്റ വരണം അല്ലെ? സൈക്ലോസ്റ്റോമേറ്റയുടെ എക്സാമ്പിൾ ആരാണ്? പെട്രോമൈസോൺ ആണ്. പെട്രോമൈസോണും എക്സിനുമാണ് നമ്മൾ സൈക്ലോസ്റ്റോമേറ്റയുടെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത്. സോ ആൻസർ ഈസ് third option is the right one. നെക്സ്റ്റ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ സ്പെർമാറ്റോജെനിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത്തിരി നന്നായിട്ടൊന്ന് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ നോക്കാം. സ്പെർമാറ്റോഗോണി ഓൾവേസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. സ്പെർമാറ്റോഗോണിയിൽ അവിടെ ഒരു മൈറ്റോസിസ്. അപ്പൊ എപ്പോഴും അവിടെ മിയോസിസ് നടക്കുന്നില്ല. അത് ഡിവൈഡ് ചെയ്ത് ടൈപ്പ് എ ടൈപ്പ് ബി പറയുമ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് പിന്നെ എപ്പോഴും എന്താണ് മിയോസിസ് നടക്കുന്നത്. തെറ്റാണ്. Primary spermatocyte divide mitotically to provide. Mitotically അല്ല നമുക്കറിയാം. Secondary. Mitotically അല്ല അവിടെ ഡിവിഷൻ നടക്കുന്നത്. Meiosis ആണ്. സോ അതും റോങ് ആണ്. നെക്സ്റ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ത്രൂ their second meiotic division produce haploid spermatid. അത് കറക്റ്റ് ആണ് നമുക്കറിയാം. Spermatid produce spermatozoa through mitosis. Mitosis അല്ല വരിക അല്ലേ? ഡിഫറൻഷിയേഷൻ ആണ് വരിക. നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Spermatid transfer into spermatozoa by spermiogenesis. പറയുന്ന സ്റ്റേറ്റ്മെന്റ്, പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് വേണ്ടത് റൈറ്റ് ആയിട്ടുള്ളതാണ് അല്ലേ? റൈറ്റ് ആയിട്ടുള്ള സി യു ഇ മാത്രമേ വരുന്നുള്ളൂ. ഓപ്ഷൻ 1 സി ആൻഡ് ഇ ഉള്ളി. ഏത് തെറ്റാണെന്ന് പറയുമ്പോഴേ നമുക്ക് രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. What is the probability of having children of O group when both the mother and father are heterozygous A and heterozygous B? Principles of ഒരു പ്രോബ്ലം നമുക്കറിയാല്ലേ. എ എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആകുമ്പോൾ ഐ ആണ്. ബി ഗ്രൂപ്പ് ആകുമ്പോൾ IB I ആണ് അല്ലേ? ഹെട്രോസൈഗസ് എ ആൻഡ് ഹെട്രോസൈഗസ് ബി ആണ്. പ്രോബിലിറ്റി ഓ ഉണ്ടാവണമെങ്കിലോ IB വരാം, അതേപോലെ തന്നെ I വരാം, ഇവിടെ IB യും വരാം, IB സോറി സ്മോൾ ഐ വരാം. അപ്പൊ നാലെണ്ണത്തില് ചോദിച്ചേക്കുന്ന ഏതാ? AI BI OI. അപ്പൊ നാലിലൊന്ന്. അപ്പൊ ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 25% ആണ്. ഇത് ചെയ്ത് നോക്കാതെ തന്നെ എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കിഡ്നി പഠിക്കുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്നാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഏതായിരിക്കണം വരുന്നത്? ഫാൾ ഇൻ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ റേറ്റ് കുറയണം. സി തുടങ്ങണം. രണ്ടെണ്ണേ ഉള്ളൂ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കുറയുകയാണെങ്കിൽ അടുത്ത് എന്താണ് സംഭവിക്കേണ്ടത്? നെക്സ്റ്റ്
increase in blood pressure അല്ല, reabsorption അല്ല, vasoconstriction, renin converts angiotensin into angiotensin first ആക്കുന്നു. അപ്പം CE വരണം. CE വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നെക്സ്റ്റ് D ആണ്, vasoconstriction ആണ് 2 ന്റെ ജോലി. Then reabsorption of Na+, last one increase in BP. 2024 ഹ്യൂമൻ ഫിസിയോളജി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഫിഗർ മാത്രമായിരുന്നു ചോദിച്ചത്. ഇതിപ്പോ നമുക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് 12 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അതില് ഒരെണ്ണമാണ് ഇത് അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർഡർലി അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന 2 വോളിയം ഉണ്ട്. ഒന്ന് ടി വി എത്രയാണ്? 500 ml വോളിയം 500 ml എന്ന് അറിയാമെങ്കിൽ. അതേപോലെ റെസിഡുവൽ വോളിയം ലങ്സിനകത്ത് എപ്പോഴും ഹോൾഡ് ചെയ്യപ്പെടുന്നത് 1.1 to 1.2 ലിറ്റർ ആയിരിക്കും. B4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 3 ആയിരിക്കും. ഇവിടെ നോക്കാം. ERV എത്രയാണ്? 3 1000 to 1 to 1.1 ലിറ്റർ. അതേപോലെ തന്നെ RV നമ്മൾ പറഞ്ഞു. IRV ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം 2.5 to 3 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 2500 മുതൽ 3000 ml ആണ്. ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അതിനകത്ത് 3 IUD-കളും പിന്നെ സഹേലി ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോൺട്രാസെപ്റ്റീവ് സഹേലി അല്ലേ? ഓക്കെ, അത് നമുക്ക് എളുപ്പം എഴുതാം അല്ലേ? സഹേലി ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. D2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പ്രൊജസ്റ്റാസെർട്ട് ഹോർമോൺ റിലീസിംഗ് അയോഡിക് എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസെർട്ട് അല്ലേ? ആൻസറിലേക്ക് എത്തി നമ്മൾ. A3 D2 ഓക്കെ, ശരി, കറക്റ്റ് ആണ്. D2ഉം A3യും കൂടി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. മൾട്ടിലോഡ് B4 വരണം. മൾട്ടിലോഡ് 375 കോപ്പർ റിലീസിംഗ് IUD ഡയഫ്രം ബാരിയർ മെത്തേഡ് ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. നെക്സ്റ്റ് വൺ non-membrane bound cells, cell organelles found in both prokaryote and eukaryote. both prokaryote eukaryote ശ്രദ്ധിക്കണം. നോൺ മെംബ്രെയിൻ ബൗണ്ട് ആണെന്ന് നോക്കണം. അപ്പൊ സെൻട്രോസോം നമുക്കറിയാം പ്ലാന്റ്സിൽ ഇല്ലാത്ത ആനിമൽസിൽ മാത്രമാണ്. മൈറ്റോകോൺട്രിയ എങ്ങനെയാണ്? മെംബ്രെയിൻ ബൗണ്ടാ, ഡബിൾ മെംബ്രെയിൻ ആണ്. അപ്പൊ തന്നെ ആൻസർ കിട്ടി. റൈബോസോം ആണ് രണ്ടിലും കാണുന്നത്. ലൈസോസോമിന് മെംബ്രെയിൻ ഉണ്ട്. റൈബോസോം നമുക്ക് ഉറപ്പാണ്, കാര്യം ഏതെല്ലാം ചാപ്റ്ററിൽ നമ്മൾ റൈബോസോം മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കാണപ്പെടുന്ന സെൽ ഓർഗനൽ അല്ലേ? ഓക്കേ. Next one, ecological pyramids represent the relationship between organisms at different trophic levels and they are generally inverted ആയിട്ടുള്ള എക്കോളജിക്കൽ പിരമിഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എനർജിയുടെ ഒരിക്കലും ഇൻവേർട്ടഡ് ആകത്തില്ല, ഗ്രാസ് ലാൻഡിലും ഇൻവേർട്ടഡ് ആകത്തില്ല. ഇവിടെ നമുക്ക് ഇൻവേർട്ടഡ് ആകാൻ സാധ്യത ഉള്ളത് സീയിലെ ബയോമാസ് സീ. അപ്പൊ അക്വാട്ടിക്കിൽ വരുന്ന അത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം ബേസ് ചോദിച്ചിട്ടുണ്ട്. പിരമിഡ് വെച്ചിട്ട് എനർജിയുടെ പിരമിഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ഫ്ലൈലെസ് ബേർഡ്സ് വിത്ത് 4 limbs modified as a paddle like structure suited for swimming known as. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അതായത് ഒരു ബേർഡ് സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യുന്ന പാഡിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് സ്വിം ചെയ്യുന്ന ബേർഡാണ്. ഫ്ലൈറ്റ്ലെസ് ബേർഡ് വിത്ത് സ്വിമ്മിങ് പെൻഗ്വിൻ ആണ്. പെൻഗ്വിന്റെ പേരിനകത്ത് ഏതുണ്ട്? നടക്കുന്നു. ഓപ്ഷൻ 4 ആക്ടിനോഡൈറ്റസ് അല്ലെങ്കിൽ ടീനോഡൈറ്റസ് എന്ന് വിളിക്കുന്ന പെൻഗ്വിൻ ആണ് ഇവിടെ എന്ത്? പാഡിലേക്ക്, അതായത് സ്വിം ചെയ്യാൻ സാധിക്കുന്ന ബേർഡ് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഓക്കെ, സോ ഈസി പെൻഗ്വിൻ ആണ്. ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ടല്ലോ എക്സാമ്പിളിന്റെ കൊടുത്തിട്ടുണ്ട്. ഫ്ലൈലെസ് ബേർഡ്സിനകത്ത് ആക്ടിനോഡൈറ്റസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മൈക്രോബ്സിലെ നമ്മള് അറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇത് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അവർക്ക് ഇത്രയും കൂടി എളുപ്പമായിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിനകത്ത് സ്ട്രെപ്റ്റോകൈനേസ് നമുക്കറിയാം എന്തിനാണ്? ക്ലോട്ട് ബസ്റ്റർ ആണ്. A2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ അത് B3യും കറക്റ്റ് തന്നെയാണ്. അപ്പൊ അടുത്തേം കൂടെ നോക്കണം. നമുക്ക് സൈക്ലോസ്പോറിനെ പിടിച്ചാൽ പോരെ? ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് D1 വരുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ? ഡിറ്റർജന്റ് ഫോർമുലേഷൻ ആണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനസ്സ് എന്ത് അല്ലേ? നല്ല കംഫർട്ട് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. ചിലപ്പോൾ 1-2 ഡൗട്ട് ഒക്കെ സ്റ്റേറ്റ്മെന്റ് വന്ന് ഇതേപോലെ ഓപ്ഷൻസ് ACR കറക്റ്റ് BC ഇങ്ങനെ കറക്കാം. പക്ഷേ ഈസിയസ്റ്റ് ടൈപ്പ്.
നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൽ ഓർഗനൈസ് ആൻഡ് ദെയർ. ഇത് നമ്മുടെ സെൽന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻഡോമെംബ്രെയിൻ സിസ്റ്റം ഇൻക്ലൂഡ്, നമുക്കറിയാം ഗോൾജി കോംപ്ലക്സ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, പക്ഷെ അവിടെ എൻഡോമെംബ്രെയിനകത്ത് മൈറ്റോകോൺട്രിയ വരത്തില്ല. അപ്പൊ അത് തെറ്റാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് റൈബോസോം പ്രസന്റ് ആണല്ലോ. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബോത്ത് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ് ഹാവ്, നമുക്കറിയാം സർക്കുലർ DNA പ്രസന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി നെറ്റ്വർക്ക് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഫിലമെന്റ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് പ്രസന്റ് ഇൻ സൈറ്റോപ്ലാസം, അതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോസ്കെൽട്ടൻ. ആൻസർ കിട്ടിയില്ലേ? ഇവിടെ മൈറ്റോകോൺട്രിയ ഇവിടെ സിംഗിൾ മെംബ്രെയിൻ ബോണ്ട് ആണ്, അത് തെറ്റാണ്. അപ്പം ആൻസർ BCD വരുത്ത ആൻസർ ആയി. നെക്സ്റ്റ് വൺ, സെലക്ട് ദി സെറ്റ് ഓഫ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഫിഷസ് വിത്ത് ബിലോങ് ടു ഓസ്റ്റിക്ടൈസ്. കോൺട്രാക്ടൈസ് അല്ല, ഓസ്റ്റിക്ടൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓസ്റ്റിക്ടൈസിന് എക്സാമ്പിൾ ആണ് ഡബിൾ ഫിഷ്, ക്വട്ടൽ ഫിഷ്, ഹാഗ് ഫിഷ് വരത്തില്ല. സ്റ്റാർ ഫിഷ് നമുക്കറിയാം ഈ ഒരു ഗ്രൂപ്പിലെ വരുന്ന ആളല്ല. ഫ്ലൈങ് ഫിഷ് വരാം അല്ലേ? ഫ്ലൈങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റർ അല്ലേ? ഈ ഫിഷ് എല്ലാം കൂടെ കണ്ടൊരു കൺഫ്യൂഷൻ ആവും. എല്ലാ ഫിഷും ഫിഷ് അല്ല, എല്ലാ ഫിഷും ഫിഷ് അല്ല. ഓക്കേ, ഫ്ലൈങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ് ആണ് എന്തിന്റെ എക്സാമ്പിൾ? ഓസ്റ്റിക്ടൈസിന്റെ എക്സാമ്പിൾ. ഓസ്റ്റിക്ടൈസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഓക്കേ, WBC നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ഇത്തിരി ഒന്ന് ചിന്തിക്കണേ, ഇങ്ങനെ എളുപ്പമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? The WBC count of a person's blood sample 8,000 CUM. How many eosinophils and lymphocytes would be be in the same blood example approximately? അപ്പൊ 8000 ആണ് നമുക്ക് തന്നേപ്പുണ്ട്. അപ്പം നമുക്ക് എത്ര പെർസെന്റേജ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈസ്റ്റോഫീലിയയുടെ പെർസെന്റേജ് ഒരു 2 to 3% ആണ്. ലിംഫോസൈറ്റ് 20 to 25% ആണ്. 20 കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. 2000 വരണം. 20% ഓഫ് 80,000 നോക്കിയാൽ മതി. 8,000 അപ്പൊ ബൈ 100 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2000 കിട്ടി. 1600 വരും. 1600 to 2000 വരെ. 2000 വരും. ആ ഒരു ഓപ്ഷൻ വരുന്ന രണ്ടാമത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അല്ലെങ്കിൽ 2 to 3% ചെയ്താലും മതി. ആദ്യത്തെ കിട്ടണം. ഇത് കിട്ടണം 2 to 3% ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഈസി ആയിട്ട് കിട്ടും. നമ്മളൊരു കാര്യം അറിയണം, ഇവരുടെ പെർസെന്റേജ് അറിഞ്ഞാൽ. സാധാരണ ചോദിക്കുന്നത് ഹയറിൽ നിന്ന് ലോവിലോട്ടോ, ലോവിൽ നിന്ന് ഹൈയിലോട്ടോ ഒക്കെ എഴുതാനാണ് ചോദിക്കുന്നത്. കിട്ടി അല്ലേ? ഓക്കെ, ടോക്സിൻ പ്രോട്ടീൻ ഐസൊലേറ്റഡ് ഫ്രം ബാസിലസ് തുറിൻജനസിസ്. നമ്മുടെ ബയോടെക് ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സങ്കടം തോന്നിയ ഒരു കാര്യം, RNA ഇന്റർഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ ടോക്സിൻ ആണ്. നമുക്കറിയാം Cry1AC-യും Cry1AB-യും ഉണ്ട് ഈ ഓപ്ഷനകത്ത്. എല്ലാം അത് നിറഞ്ഞിരിക്കുക. കൺഫ്യൂഷൻ തോന്നുന്നത് കോട്ടൺ ബോൾവോംസും കോൺ ബോളറിനെ റെസ്പെക്ടീവ്ലിയും ഇട്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും എഴുതിയാൽ പറ്റില്ല. കോട്ടൺ ബോൾവോംസ് വരുമ്പോ Cry1AC-യും Cry2AB-യും വരാം. ഇതിൽ രണ്ടിൽ ഏത് വന്നാലും അത് വരും. കോൺ ബോറർ വരുമ്പോ Cry1AB. സോ ആൻസർ വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ഇത് രണ്ടും ഒരെണ്ണത്തിന്റെ ആയി പോകും. കോൺ ബോറർ വരത്തില്ല. അല്ലെങ്കിൽ Cry1AB വരുന്ന ലാസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. Cry1, അതെ അങ്ങനെയും നമുക്ക് ആൻസർ എത്താം. അപ്പം ഓപ്ഷൻ 3 ആണ്. ഇതും ചിലർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായിരിക്കാം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതായത് ഇപ്പൊ കണ്ട രണ്ട് ക്വസ്റ്റ്യനും കുഴപ്പമില്ല, ശ്രദ്ധിച്ചെഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ഹ്യൂമൻ ഹെൽത്തിൽ ഡ്രഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിക്കോട്ടിന്റെ പ്രത്യേകത സ്റ്റിമുലേറ്റ് അഡ്രീനൽ ഗ്ലാൻഡ് ടു റിലീസ് കാറ്റെക്കോളമൈൻസ് ഇൻ ദ ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷൻ അല്ലേ? നിക്കോട്ടിന് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡുകൾ B3 ആണ്. രണ്ടും B3 ആണ്. അപ്പൊ നമുക്ക് സിയുടെ നമുക്ക് നോക്കാം. ഹെറോയിനിലേക്ക് എത്താൻ പറ്റുന്നത് ഏതാണുള്ളത്? ഡിപ്രസന്റ് ദാറ്റ് സ്ലോസ് ഡൗൺ ബോഡി ഫങ്ഷൻസ് എന്നുള്ളത് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ ബാക്കി രണ്ടും കറക്റ്റ് ആണ്. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഹെറോയിൻ വിച്ച് ആക്ട് ആസ് എ depressant that slows down body function. Okay, നമുക്കറിയാം euphoria increased energy ആണ്. increased energy. ഓപ്ഷൻ B ആണ് റൈറ്റ്. ഓപ്ഷൻ B. ഓക്കേ, നെക്സ്റ്റ് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ള പാഠത്തിൽ ചോദിക്കാമായിരുന്നു അല്ലേ? തീർച്ചയായും. ആ ഒരു ഡിസീസിന്റെ ആ ഫുൾ ടോപ്പിക് ഉണ്ട്. 4 ഡിസീസ് 6 ഡിസീസ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ട് പഠിക്കാനുള്ളത്.
ഇതിനകത്ത് 4 എണ്ണവും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ടെറ്റനി. ടെറ്റനി എന്താണ്? വൈൽഡ് കോൺട്രാക്ഷൻസ് ഇൻ മസിൽസ് ഡ്യൂ ടു ദ ലോ എമൗണ്ട് ഓഫ് കാൽസ്യം അയോൺസ് ഇൻ ബോഡി ഫ്ലൂയിഡ്. A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ബിയും കൂടെ നോക്കാം. ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, ഇൻഫ്ലമേഷൻ. അപ്പോഴത്തേക്ക് ആൻസർ B1 വരുന്നത് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ? ഓപ്ഷൻ 1 ആണ് റൈറ്റ് വൺ. നെക്സ്റ്റ് വൺ, which animal the haploid cells divides mitotically to produce gamete. നമ്മൾ ചെയ്തതിന്റെ ഉത്തരം ഓൾറെഡി നമ്മൾ ഉത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതിനകത്താണ്? ഹണിബിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനകത്ത് അല്ലെ? മൈറ്റോട്ടിക്കലി ഗാമീറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് മാത്രമാണ്? മെയിൽ ഹണി ബീസ് മാത്രമാണ്. അതായത് നമ്മൾ സ്പെർമാറ്റോജനസിസ് പറയുമ്പം നമ്മൾ മൈറ്റോസിസ് അവിടെ പറയുന്നില്ല. ശരിയാണ്, അവിടെയാണ് നമ്മൾ പറഞ്ഞത് മൈറ്റോസിസ്. ഓക്കെ, ഇവിടെയാണ് ഹണീബിയുടെ കേസിൽ ഹാഫ് ദ ക്രോമസോം ആയതുകൊണ്ട് അവിടെ മിയോസിസ് കാര്യമില്ല. 16 തന്നെ നിലനിന്നാ മതി. അതുകൊണ്ടാണ് അവിടെ ഹണീബി മൈറ്റോട്ടിക്കലി മാത്രമേ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. സോ ഓപ്ഷൻ ഹണീബിയുടെ 2 ക്വസ്റ്റ്യൻ ആയി. ഹാപ്ലോ ഡിപ്ലോയിഡ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, രണ്ടാമത്തെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് റെസ്പിറേഷൻ റെസ്പിറേഷനില് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഒന്ന് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ബ്ലഡ് ആൻഡ് ടിഷ്യൂ അല്ല, ഫസ്റ്റ് നമുക്കറിയാം എന്താണ് ഈ പറയുന്ന O2 CO2 ആയിട്ടായിരിക്കണം പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് ആര് വരുന്നുണ്ട്? പൾമണറി വെന്റിലേഷൻ വരുന്നുണ്ട്. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പൾമണറി വെന്റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ എയർ നമ്മുടെ ലങ്സിലേക്ക് കടന്നു വരും. അവിടെ വെച്ച് എന്ത് സംഭവിക്കണം? ഡിഫ്യൂഷൻ സംഭവിക്കണം. അത് എവിടുന്നാണ്? ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? ആൽവിയോളാർ മെംബ്രെയിൻ. CB വരുന്ന ഒരു ഉത്തരവേ ഉള്ളൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്. Then A, diffusion of oxygen and carbon dioxide between blood and tissue, and the last one cellular respiration. അപ്പൊ ഇവിടെ C കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ആദ്യം ആൽവിയോളാർ മെംബ്രെയിനിലാണോ ബ്ലഡ് ടിഷ്യൂ ആണോ? അതാണ് എനിക്ക് തോന്നുന്നു അത് രണ്ടും കൂടെ ശരിയായിട്ട് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആൻസർ ഏതായിരുന്നു വരുന്നത്? ഓപ്ഷൻ 4 is the right answer. Next one, arrange the following cell layers structure around the female gamete from outer to inner side. Outer to inner ആണ്. outer ആണ് ആദ്യം എഴുതേണ്ടത് അല്ലേ? കൊറോണ റേഡിയേറ്റ് ആണ് ഏറ്റവും ഔട്ടർ ആയിട്ട് വരിക. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം C യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോന പെല്ലുസിഡ CA വരും. CABD. പിന്നെ പെരിവിറ്റലൈൻ സ്പേസ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ അവിടെ ഏതാണ് വരേണ്ടത്? പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി ഓവം ഏറ്റവും ഉള്ളിൽ വരേണ്ടത് അല്ലേ? ഏറ്റവും ഉള്ളിലല്ലേ ചോദിക്കുന്നത്? ഔട്ടർ ഇന്നറിലോട്ടാണ് ചോദിക്കുന്നത്. ഇതാണ് വരേണ്ടത് അല്ലേ? CABD ഓപ്ഷൻ CABD. പടം അറിയാമെങ്കിൽ CC ആയിട്ട് എഴുതാം. ആൽഫ-1 ആന്റിട്രിപ്സിൻ, അതായത് ബയോടെക്കിന്റെ പിന്നെ നമ്മുടെ എന്താണ് ഓർഗാനിസം, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ചോദിക്കും. എല്ലാ തവണയും റോസി കൗവിനെയാണ് എടുത്തത്. ഈ പ്രാവശ്യം നമുക്ക് ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എംഫിസീമയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം പക്ഷേ ഈ ഡിസീസ് എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൽഫ ആന്റിട്രിപ്സിന്റെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Next one, sir, the correct statement regarding the cell membrane in eukaryotic cell. Eukaryotic cell in the cell membrane സംബന്ധിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, ഏത്? സെൽ ദ യൂണിറ്റിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ഹ്യൂമൻ RBC മെംബ്രെയിൻ ഓഫ് RBC has approximately 50% proteins. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് മേജർ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അറേഞ്ച്മെന്റ് ആണ്. ലിപ്പിഡ് ബൈലെയർ സ്ട്രക്ചർ കറക്റ്റ് ആണ് വന്നത്. സ്റ്റേറ്റ്മെന്റ് അല്ല ചോദിച്ചത്. അപ്പോഴേ ആൻസർ വന്നു. എന്താണ് തെറ്റ് പറ്റിയെന്ന് നോക്കാം. എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻടു സെൽ ഫോം മീസോസോം. ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ശരിയാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് യൂകാരിയോട്ടിക് മീസോസോംസ് വരുന്നത് പ്രൊകാരിയോട്ടിൽ, യൂകാരിയോട്ടിൽ വരത്തില്ല. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചിന്തിക്കാത്തവർക്ക് ഒരു ഇവിടെ ടെയിൽസ് ടുവേഴ്സ് ദ ഇന്നർ പാർട്ട് ഓഫ് ദ ലിപ്പിഡ് ആർ ഹൈഡ്രോഫോബിക്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്ലൈക്കോകാലിക്സ് ഇസ് പ്രസന്റ് ഓൺ ദി ഔട്ടർ സർഫസ് അല്ല, പ്ലാസ്മ മെംബ്രെയിനിന്റെ ഇന്നറിലാണ് ഗ്ലൈക്കോകാലിക്സ് വരുന്നത്. അപ്പൊ ഈ തെറ്റ് തെറ്റ് വന്നു. ഏതൊക്കെയാ? സിയും ഇയും Next one, easy question. Male frogs can be distinguished from female frogs. കോക്രോച്ച് പഠിച്ചില്ലേ? ഇല്ലേ, ചോദിച്ചിട്ടില്ല. പഠിച്ചല്ലേ പറ്റുമോ? പക്ഷെ കോക്രോച്ചിൽ ഒറ്റ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യവും ഇല്ലായിരുന്നു.
ഫ്രോഗിലെ ഒരു പക്ഷെ നമുക്ക് ഇന്ത്യക്കകത്ത് സിലബസിൽ കിടക്കുന്നുണ്ട് പഠിക്കാതിരിക്കാനും നമുക്ക് സാധിക്കത്തില്ല. ഇപ്രാവശ്യം ഫ്രോഗിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നോക്കാം. മെയിൽ ഫ്രോഗിനെ ഫീമെയിൽ ഫ്രോഗിനെ നമുക്ക് എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം? ബൾജിങ് ഐ അത് രണ്ടുപേർക്കും ഉള്ളതാണ്. വോക്കൽ സാക്ക് അല്ലെ, മെയിൽ ഫ്രോഗിന് മാത്രമേ വോക്കൽ സാക്ക് ഉള്ളൂ. വെബ്ഡ് ഡിജിറ്റ് രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ കോപ്പുലേറ്ററി പാഡ് കാണപ്പെടുന്ന ആരിൽ മാത്രമാണ്? മെയിലിൽ മാത്രമാണ്. കളറോ രണ്ടുപേരിൽ ഒരുപോലെ തന്നെ വരാം. ബി ആൻഡ് ഡി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നത് വലിയ പാടൊന്നുമല്ല, വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, which of the following equation ഇവിടെ നമുക്ക് പോപ്പുലേഷൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്, ലോജിസ്റ്റിക്കിന്റെ സിഗ്മോയിഡ് ഷേപ്പ്, ഈ ഒരു പേര് കണ്ടുകൊണ്ട് ചിലപ്പോ ഒന്ന് വരട്ടേക്കാം. പക്ഷെ നമുക്ക് NCERT പഠിക്കുന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഇവിടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവില് ഒരു ഇക്വേഷനേ ഉള്ളൂ. dn/dt = rnk - n/k എന്ന് പറയുന്ന ക്യാരിയിങ് കപ്പാസിറ്റിയെയും ഇൻട്രിൻസിക് പിന്നെ ഇൻക്രീസിനെ ഒക്കെ കാണിക്കുന്ന ഒറ്റ ആൻസർ ആണുള്ളത്. ബാക്കിയുള്ളത് പ്ലസും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് വരുന്നത്. നമ്മളൊന്ന് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ അറിയാമെങ്കിൽ ബ്ലോക്ക് ചെയ്തു ആൻസർ. ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ ഫ്രോഗിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതൊരു സ്റ്റേറ്റ്മെന്റ്, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. Hepatic portal system is a special venous connection between liver and intestine. Correct അല്ലേ? Hepatic എന്ന് പറയുമ്പോൾ liver intestine വരുന്നു. Venous connection തന്നെയാണ് എഴുതിയിരിക്കുന്നത്. There are 12 pairs of cranial nerves arising from brain. തെറ്റാണല്ലോ. 12 അല്ല 10 പെയർ ആണ്. cranial nerveകളും spinal nerveകളും 10 പെയറുകൾ മാത്രമേ ഉള്ളൂ. The ureter and oviduct open separately into cloaca in female. Female എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. മെയിൽ ആയിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റായേനെ. Hindbrain consists of cerebellum, medulla oblongata and optic lobes എന്നാണ് കൊടുത്തത്. സി വന്നപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി അല്ലെ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എയും സിയും കറക്റ്റ് ആണ്. എയും സിയും ഇയും ആണ് നമുക്ക് ഉറപ്പിക്കാം, വേറെ ഒന്നും വരുന്നില്ല അല്ലെ? എയും സിയും ഇയും ആണ് കറക്റ്റ്. ഇതെന്തോടെ തെറ്റിയെന്ന് നമുക്ക് നോക്കാം. Hindbrain consists of cerebellum, medulla oblongata and optic lobes ആണ് കൊടുത്തേക്കുന്നത്. optic lobes വരത്തില്ല. ലാസ്റ്റ് വൺ, സൈനസ് വീനോസ നമ്മൾ പറഞ്ഞു, ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ് സൈനസ് വീനോസൈസ്. റൈറ്റ് ആൻസർ എ സി ഇ ആണ്. Option 2 ആണ്. Option 2 is the right answer. Okay. Next one, incorrect statement regarding RH, body fluids and circulation question ആണ്. Erythroblastosis fetalis is a condition observed having fetus RH negative. Fetus RH negative. Mother RH positive. Mother RH negative, fetus RH positive ആണ് വരേണ്ടത്. പക്ഷെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. തിരിച്ചാ വന്നത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ഇൻകറക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻകറക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ എ ഇൻകറക്റ്റ് ആയിട്ടുണ്ട്. RH antigen is observed on RBC in the majority of human beings. Correct ആണ്. RH positive ആണ് കൂടുതൽ ആൾക്കാരും. Before blood transfusion, RH group should be also matched. Correct ആണ്. RH incompatibility is observed when a pregnant mother RH negative and fetus is RH positive. അവിടെ correct ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തമ്മിലൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ ചോദിച്ചാണ്. പക്ഷെ നമ്മൾ കൺഫ്യൂസ് ആവത്തില്ലല്ലോ. ഓക്കേ, നെക്സ്റ്റ്, erythroblastosis fetalis can be avoided. ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബി സി ഡി കറക്റ്റ് ആയപ്പം ആൻസറിൽ എത്തിയില്ലേ? എയും ഇയും ആയിരിക്കുമെന്ന് നോക്കാം. എന്നാലും erythroblastosis fetalis can be avoided by administrating anti-RH antibodies to the mother immediately after the second child അല്ല, first child ആണ്. So എയും ഇയും ആണ് തെറ്റ്. നമുക്ക് തെറ്റാണ് വേണ്ടത്. ഓപ്ഷൻ 1 ഇൻകറക്റ്റ് എയും ഇയും. അപ്പോൾ എ ആൻഡ് ഇ ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ എൻഡോസ്കെലിറ്റൻ അല്ലേ? നമ്മുടെ ജോയിന്റ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. ഹ്യൂമൻ സ്കൾ ഈസ് മോണോകോണ്ടിലിക്. നമുക്കറിയാം ഹ്യൂമൻ സ്കൾ എന്താണ്? ഡൈകോണ്ടിലിക് ആണ്. റെപ്റ്റൈൽസ് ഒക്കെയാണ് പൊതുവെ മോണോകോണ്ടിലിക് വരിക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് വേണ്ട ഏതാണ്? റെഫറൻസ് ടു കറക്റ്റ് ആണ്. The joint between any two adjoining vertebrae is a cartilaginous joint. Cartilaginous joint വരുന്ന ഏതിന്റെ കേസിലാണ്? വെർട്ടിബ്രകളുടെ പരസ്പരം കണക്ട് ചെയ്തേക്കുന്നത് cartilaginous joint ആണ്. That's a true statement. Correct statement ആണ്. Next, in human being the number of cervical vertebrae is 7. Correct ആണ്. 7 ആണ്. Right statement ആണ്. All ribs except the second last two pairs are bicephalic. തെറ്റാണ്. എല്ലാ റിബുകളും എന്താണ്? ബൈസെഫാലിക് ഇൻ നേച്ചർ ആണ്. ഇവിടെ ഫ്ലോട്ടിംഗ് റിബ്സ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം നമുക്ക് തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്നത്. ബൈസെഫാലിക് നമ്മുടെ അറ്റാച്ച്മെന്റ് വിത്ത് വെർട്ടിബ്രൽ കോളം ആണല്ലോ വരിക. The occipital bone of skull is articulated with the atlas vertebra. Occipital bone atlas ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. That is also true ആണ്. അറ്റ്ലസ് ആക്സസ് എന്ന് പറയുന്ന രണ്ട് ബോണുകളാണ് ഫസ്റ്റ് വരുന്നത്. അതിൽ ആദ്യത്തെ ബോണിലാണ് ഒസിപിറ്റൽ കോണ്ടിലസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പം ബി സി ഇ വരണം. ഓപ്ഷൻ
തേർഡ് വൺ ഓപ്ഷൻ 3 ആണ് BCE കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ഹോർമോണിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ. കോർട്ടിസോൾ നോക്കാം. കോർട്ടിസോളിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, പ്രൊഡ്യൂസ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. കോർട്ടിസോളിന് A2 ആൽഡോസ്റ്റെറോൺ വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. കോൾസിസ്റ്റോകൈനിൻ സ്റ്റിമുലേറ്റ് പാൻക്രിയാറ്റിക് ആൻഡ് ബൈൽ ജ്യൂസ് പ്രൊഡക്ഷൻ. പ്രൊജസ്റ്ററോൺ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ്. A2 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. B3 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് C4 വരണം. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 is the right answer. ഇത് ഹോർമോണും അതിന്റെ ഫങ്ക്ഷൻസ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഫോളോയിങ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. പിന്നെയും ഹ്യൂമൻ ഹെൽത്ത് അല്ലേ. ഹ്യൂമൻ ഹെൽത്തിൽ ഇപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും മലേറിയാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റീഅറേഞ്ച് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. ഇതും നമുക്ക് പ്ലാസ്മോഡിയത്തിന്റെ കറക്റ്റ് സ്റ്റേജ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈഫ് സൈക്കിൾ ഓർഡർലി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. പാരസൈറ്റ് റീപ്രൊഡ്യൂസ് അസെക്ഷലി അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ബോഡിക്കുള്ളിലേക്ക് എത്തണം. ഫീമെയിൽ മോസ്കിറ്റോ ഇൻജെക്ട് സ്പോറോസൈറ്റ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. രണ്ടാമത്തത് എന്താണ്? ഇത് നമ്മുടെ എങ്ങോട്ടാണ്? ലിവറിലേക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ പാരസൈറ്റ് സെക്ഷലി ലിവർ സെൽ ബ്രസ്റ്റിംഗ്. Then A parasite sexual in RBC gametocytes. Okay, option 2 ആണ് right. Option 2 ആണ് right ആയിട്ടുള്ള ഓപ്ഷൻ. Okay, so next question ലോട്ട് പോകാം. Next one, select the incorrect statement regarding the following. Okay, again one more question. First one, digestive system in platyhelminthes is incomplete. അറിയാം platyhelminthesന്റെ digestive system എന്താണ്? Incomplete ആണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് പക്ഷേ incorrect ആണ്. Incorrect ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. Okay. Next one, bilateral symmetry is a characteristic feature of adult echinoderms ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവിടെ രണ്ട് രീതിയിലുള്ള സിമെട്രി ആണ് ഉള്ളത്. ബൈലാറ്ററലും ഉണ്ട്, റേഡിയലും ഉണ്ട്. അപ്പൊ ഇവിടെ എടുത്ത് ചോദിച്ചിരിക്കുന്ന അഡൽട്ട് ആണ്. അഡൽട്ടിന്റെ എന്താണ്? റേഡിയൽ സിമെട്രി ആണ്. ലാർവയാണ് ബൈലാറ്ററൽ സിമെട്രി. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, സ്യൂഡോസീലം ഈസ് പൊസസ്ഡ് ബൈ ഫൈലത്തിന് മാത്രമേ സ്യൂഡോസീലം ഉള്ളത് ആഷൽമിന്തസ് ആണ്. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ഇൻ ക്ലാസ് കോൺട്രിക്ടൈസ്. നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. കോൺട്രിക്ടൈസിന്റെ ലൈഫ് ലോങ് എന്തോ കാണും? നോട്ടോകോഡ് കാണും. നോക്കാം. ഇവിടെ തെറ്റായിട്ടുള്ള ബിയും ഇയും വരണം. അപ്പം ഇത് രണ്ടും അപ്പൊ ഇതേ വരൂ. മെമ്പേഴ്സ് ഓഫ് ക്ലാസ് റെപ്റ്റീലിയ മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. തെറ്റല്ലേ? പോയിക്കിലോതെർമസ് ആണ് അവരല്ലേ. സോ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല. ബി ആൻഡ് ഇ. ഓപ്ഷൻ ബി ആൻഡ് ഇ ഈസ് ഓപ്ഷൻ 1 ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the specific receptors for neurotransmitters in a synapse are present on neural control and coordination എന്ന ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കേ, നോക്കേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിസപ്റ്റർ, ന്യൂറോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്യേണ്ട റിസപ്റ്റർ അവിടെ ഇരിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അറിയാം, അതാണ് ഡൗട്ട് വരിക അല്ലേ. പ്രിയിൽ നിന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പൊ എവിടെ ആയിരിക്കണം? ലെഫ്റ്റ് വഴി എവിടെ പോയി അറ്റാച്ച് ചെയ്യും? പോസ്റ്റിലിരിക്കുന്ന പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലെ റിസപ്റ്ററുകളാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കേ, അഗൈൻ സെയിം പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഓ സോറി, ലോക്കോമോഷനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലോക്കോമോഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കേ, മസിൽ കോൺട്രാക്ഷനെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അറേഞ്ച് ചെയ്യാനല്ല ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം. Motor neuron carries a signal sent by the central nervous system to sarcolemma of the muscle fiber. Correct statement ആണ്. Second one, the neural signal generate an action potential which cause the release of Ca2+ into sarcoplasm. Ca2+ release ചെയ്താൽ മാത്രമേ troponin inactive ആവുന്നുള്ളൂ, unmask ആവുന്നുള്ളൂ. അപ്പോൾ increase in calcium inactivate the actin. ആക്ടിവേറ്റ് ആണോ അവിടെ? അല്ല, കാൽഷ്യത്തിന്റെ റോള് ട്രോപ്പോണിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ട്രോപ്പോണിന്റെ മാസ്കിങ്ങിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രേക്കിംഗ് ഓഫ് ക്രോസ് ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാൽസ്യം ഇരിക്കുന്നിടത്തോളം ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. തെറ്റാണ്. നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്?
Actin binds to the myosin head to form a crossbridge. Correct ആണ്. Shortening of the sarcomere takes place by pulling actin filament towards the center of A band. A band and isotropic band അഥവാ മയോസിന്റെ സെന്ററിലേക്കാണ് വലിക്കുന്നത്. That is also true. ഇതിനെ നമുക്ക് തെറ്റിക്കാമായി വേണമെങ്കിൽ I band എന്നൊക്കെ എഴുതി തെറ്റിക്കാം. പിന്നെ എന്താണ് നോ ചേഞ്ച് വരാമായിരുന്നു. എങ്ങനെ വേണമെങ്കിലും മാറ്റാം. പക്ഷെ ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം ഇൻകറക്റ്റ് ആക്കിക്കൊണ്ട് ബാക്കി 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 1 മാത്രമാണ്. A B D E ആണ് only. That is the correct statements. Next question. Which of the following is not an example? Not an a convergent evolution അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കൺവെർജന്റ് എവല്യൂഷൻ എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈവേർജന്റ് നമ്മൾ നോക്കിയാൽ മതി. ഓക്കേ. അപ്പം four limbs of whales bat example is not an example for convergent evolution. അത് convergent evolution example അല്ല, divergent evolution example ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? homologous organ ആണ് തന്നിരിക്കുന്നത്. Next one JGA. This is a special sensitive region formed by the cellular modification of dash related to the same nephron. NCERT statement അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എഴുതാം അല്ലേ? ആരൊക്കെ? distant convoluted tubule അഫറന്റ് ആർട്ടീരിയോളും കൂടെ കൂടിച്ചേരുന്നുണ്ടാകുന്ന സെല്ലുലാർ മോഡിഫിക്കേഷനെയാണ് നമ്മൾ JGA ജക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് എന്ന് വിളിക്കുക. എനിക്ക് തോന്നുന്നു ഇതും കണക്ട് ചെയ്ത് ആൻജിയോടെൻസിനോജന്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ആ ഒരു സെയിം ഓൾമോസ്റ്റ് സെയിം ടോപ്പിക് ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് തോന്നുന്നു കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് സെയിം റീജിയനിൽ നിന്നാണ് എടുത്താലും നമുക്ക് ആ സെയിം റീജിയനിൽ കാണാൻ പറ്റും. പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Next one, biomolecule. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കൊടുത്തിരിക്കുന്നത് ഏത് എൻസൈമിന്റെ ആക്ടിവിറ്റി ആണ്, ഏത് ക്ലാസ് ആണ്? നമുക്കറിയാം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ അൺസാച്ചുറേറ്റഡ് ആക്കി മാറ്റുന്ന ആരാണ്? ലയേസസ് ആണ്. ആരാണ്? ലയേസസ് മാറിപ്പോരുത്. മോളിക്കുലാറും ഒക്കെ മാറേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ ലയേസസ് ആണ് റൈറ്റ് ആയിട്ടുള്ള. തോന്നേണ്ട കാര്യമില്ല. ലിഗേസസ് എന്താണ്? ജനറ്റിക് ഗ്ലൂ ആണ്, ഒട്ടിക്കുന്നവരാണ്, സിമ്പിളിനെ കോംപ്ലക്സ് ആക്കുന്നവരാണ്. നെക്സ്റ്റ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ആണ് അല്ലേ? വേണമെങ്കിൽ നമുക്ക് ആനിമൽ കിങ്ഡം കണക്ട് ചെയ്യാം. അവരുടെ റെസ്പിറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മൊളസ്കൻസ് നമുക്കറിയാം ഗിൽസ് വെച്ചാണ് ശ്വസിക്കുക. So that is branchial respiration. Gills branchial ആണ്. A2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം B1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റെപ്റ്റൈൽ പൾമണറി തന്നെയാണ് രണ്ടിടത്തും കൊടുത്തിരിക്കുന്നത്. രണ്ട് ഓപ്ഷനിലും B1 തന്നെയാണ്. അടുത്ത നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അഡൽട്ട് എക്സൈനോഡെൻസ്, ആംഫിബിയൻസ്, ക്യൂട്ടിനസും പൾമണറി. അല്ലെങ്കിൽ അമീബ സെല്ലുലാർ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആൻസറുകളാണ്. നമ്മൾ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കിട്ടുമോ? ഇല്ല, D4 ഉള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പിന്നെയും കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കേ ഓക്കേ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട്. സോറി, ഓപ്ഷൻ C4 വരണം. C4 വരണം. ഓക്കേ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരിക. മൊളസ്കൻസ് ബ്രാങ്കിയല്, റെപ്റ്റൈൽസ് പൾമണറിക്ക്, അഡൽട്ട് എക്കൈനോഡെർമ്സ് പൾമണറി ആൻഡ് ക്യൂട്ടിനസ്, അമീബ cellular respiration. അപ്പൊ ആൻസർ second ഓപ്ഷൻ is the right one. Next large holes in cystis. മൈക്രോബ്സിൽ നമ്മൾ ഒരെണ്ണം ചെയ്തായിരുന്നു. അതൊരു match the following ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ, അതും സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കാം. ഓപ്ഷൻ നോക്കാം. സിസ്റ്റിസിലെ ലാർജ് ഹോൾസ് ഇസ് ഡ്യൂ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഏത് മൈക്രോബ് ആണെന്നുള്ളതാണ്. ഇതിനകത്ത് എല്ലാം ഫസ്റ്റ് പാർട്ട് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് സെക്കൻഡ് പാർട്ട് ആണ് വേണ്ടത്. ഇവിടെ ക്ലോസ്ട്രീഡിയം പറഞ്ഞിട്ടുണ്ട്. ട്രൈക്കോഡെർമ പോളിസ്പോറം ഹൈഡ്രജൻ വരുന്നുള്ളതുണ്ട്. ഓക്കേ. And propionic bacteria. നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. propionic bacteria. പേര് പഠിക്കുക, ഒരു വെറൈറ്റി പേര് വെച്ച് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലേ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. propionic bacteria ഷർമാനിയാണ് സിസ്റ്റിസിൽ ലാർജ് ഹോൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റൈറ്റ് വൺ. ഓപ്ഷൻ 4. നെക്സ്റ്റ് അഗൈൻ എവല്യൂഷൻ. നോക്കാം, ഇത് വർഷവും ആ കാലഘട്ടത്തിൽ ഉണ്ടായ ചേഞ്ച് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റേ ഗ്രാഫിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതും പ്ലസ് അതേപോലെ തന്നെ ഈ കുറച്ച് എന്താണ് വെർട്ടിബ്രേറ്റുകളുടെയും ദിനോസറിന്റെ ഒക്കെ എവല്യൂഷൻ കുറിച്ചായിരുന്നു. പിന്നെ പ്രോബ്ലം വെച്ച് ചോദിക്കായിരുന്നു. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ പ്രോബ്ലംസ് ഉള്ളതാണ്. ഇതൊന്നും വന്നില്ല. ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ് വന്നത്. About 65 million years ago. ആദ്യം ഡിസപ്പിയർ ആയത് ആരാണ്? ദിനോസർ ആണ്. 65 മില്യൺ വർഷങ്ങൾക്ക് ദിനോസർ. A2 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. B4 തന്നെയാണ് രണ്ടിന്റെയും വരുന്നത്. 500 മില്യൺ വർഷങ്ങൾക്കകം ഇൻവെർട്ടിബ്രേറ്റ്സുകളാണ്. സീലാണ് നമുക്ക് 350 ജോലസ് ഫിഷസ് അല്ലേ? 350 ജോലസ് ഫിഷസ്. C1 വരണം. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 320 million years ago ആണ് seaweeds and few plants. Okay, so option 1 is the right answer.
അടുത്ത ലാസ്റ്റ് ബയോളജിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അതും ഓർഗാനിസം പോപ്പുലേഷൻ. അതിന് എനിക്ക് തോന്നുന്നു ഇന്ററാക്ഷൻസ് എല്ലാം നമുക്ക് ഓർഗാനിസം പോപ്പുലേഷനിലെ ഇന്ററാക്ഷൻസ് എല്ലാം കൂടി വെച്ചിട്ട് ഒരു പാരസിറ്റിസം ആൻഡ് കമൻസലിസം ഓൺലി വൺ സ്പീഷീസ് ബെനിഫിറ്റഡ് ആൻഡ് അതർ സ്പീഷീസ്. അവിടെ നമുക്ക് പാരസിറ്റിസവും പ്രിഡേഷനും വന്നതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ്. മ്യൂച്വലിസം എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോഴേ അറിയാം രണ്ട് സ്പീഷീസും ബെനിഫിറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അതിനെ മ്യൂച്വലിസം എന്ന് വിളിക്കുന്നത്. ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ് ഇൻ കമൻസലിസം. അപ്പൊ ഇവര് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ആക്കാം. അപ്പൊ ഇവിടെ കമൻസലിസത്തിനകത്ത് പ്ലസ് 0 ആണ് വരുന്നത്. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സി സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് വന്നത്. ഇൻ പാരസിറ്റിസം ഓൺലി വൺ സ്പീഷീസ് ബെനിഫിറ്റ് ആൻഡ് അതർ സ്പീഷീസ് ഇസ് ഹാർംഡ്. കറക്റ്റ് ആണ്. അമൻസലിസം വൺ സ്പീഷീസ് ഇസ് ഹാർംഡ് ആൻഡ് അതർ ഇസ് അൺഅഫക്റ്റഡ്. അപ്പം -0 കറക്റ്റ് ആണ് അല്ലേ? അപ്പം ബി തെറ്റായിട്ടുള്ളത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ബി ഡി ഇ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ബി ഡി ഇ കറക്റ്റ് ആണ്. ബാക്കി രണ്ടെണ്ണം തെറ്റാണ്. നമുക്ക് വേണ്ടത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 4 ബി ഡി ഇ ആണ് അവിടെ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സാറേ ഈ ഒരു 90 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു നീറ്റ് പരീക്ഷ നടന്നിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് തോന്നുന്നു. നമുക്ക് 24നെ നമുക്ക് കമ്പയർ ചെയ്യാം. ആ ഒരു പാറ്റേൺ ആണ് 25 കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആ പാറ്റേൺ പ്രതീക്ഷിച്ചു പോയ ഒരാൾ അത്രയും നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് പോയ ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ബയോളജിയുടെ 90 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടിയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളെ ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി നല്ല സ്കോർ ഒക്കെ വാങ്ങിക്കും, ഉറപ്പാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടും. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പഠിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം കാണാം. ബൈ.